നമ്മൾക്കെല്ലാം ഒരു സാധ്യതയുണ്ട്. നമ്മുടെ സാധ്യതകൾ എന്താണെന്ന് നമുക്ക് പലർക്കും അറിയത്തില്ല. അതുകൊണ്ട് നാം പലരും ഒച്ചിൻ്റെ കൂട്ടോ ആമയുടെ കൂട്ടോ ഒക്കെ പുറത്ത് കവർ ചെയ്തിരിക്കുന്ന ഏതോ ഒരു വലയത്തിനകത്ത് ഒതുങ്ങിക്കരിയുകയാണ്. പക്ഷേ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സമയം വരുമ്പോൾ കൂട് പൊളിച്ച് പുറത്തു വരുന്ന ഒരു ചിത്രശലഭം പോലെ ദൈവം ഉപയോഗിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലി ചെയ്ത സാറാണല്ലോ. എൻ്റെ പാസ്പോർട്ട് ഈ ഗവൺമെൻറ് കണ്ടുകെട്ടി എനിക്ക് കേരളം വിട്ട് ഇന്ത്യ വിട്ട് പുറത്തു പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടായി. എനിക്കിനി ഒരു വഴി തുറക്കത്തിലെന്ന് സകല മേഖലകളിലും പിശാച് തീരുമാനിച്ചു. എൻ്റെ എല്ലാ വഴികളും അടഞ്ഞു. എന്നാൽ കൃപയിൽ വന്ന ശേഷം ദൈവം എൻ്റെ വഴികൾ തുറന്നു. ഏതാണ്ട് ഭൂലോകത്തിൻ്റെ 5 വൻകരകളിലായി 42-ൽ പരം രാജ്യങ്ങളിൽ പോയി യേശു തന്നെ കർത്താവെന്ന് പ്രസംഗിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അടഞ്ഞ വഴികളെല്ലാം ദൈവം തുറന്നു. ഇന്നിപ്പോൾ തുടക്കത്തിൽ ഞാനത് പറയുന്നത് നിങ്ങൾ പ്രത്യാശയോടെ ഇരിക്കണം. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വഴി അടഞ്ഞിട്ടുണ്ടെന്ന് തോന്നിയാൽ നീ ഭാരപ്പെടരുത്. 2 സൈഡിൽ പർവ്വതവും പുറകിൽ അതിശക്തമായ പർവ്വന്യ സൈന്യവും മുമ്പിൽ ചെങ്കടലും വന്നപ്പോൾ ഒരു കിഴക്കൻ കാറ്റടിച്ചു. അങ്ങനെ എഴുതിയേക്കുന്നല്ലേ, കിഴക്കൻ കാറ്റ്. കിഴക്കുന്ന് കാറ്റ് വന്നാൽ വെള്ളം എങ്ങോട്ട് പോകണം? കിഴക്കുന്ന് കാറ്റ് വന്നാൽ വെള്ളം എങ്ങോട്ട് പോകണം? പടിഞ്ഞാറോട്ട് പോകണം. അതല്ലേ നാച്ചുറലായിട്ട് സംഭവിക്കണ്ടേ? പക്ഷെ പടിഞ്ഞാറോട്ട് പോയെന്നല്ല, വെള്ളം 2ആയി മാറിയെന്നാണ്. ഞാൻ തിരിച്ചു മറിച്ചു എല്ലാം പഠിച്ചപ്പോൾ കിഴക്കൂന്നൊരു കാറ്റ് വന്നാൽ വെള്ളം പടിഞ്ഞാറോട്ട് എന്ത് ചെയ്യണം? പോകണം അല്ലേ? പക്ഷെ പടിഞ്ഞാറോട്ടല്ല പോയത്, വെള്ളം 2ആയി മാറി. അപ്പം ദൈവത്തിൻ്റെ കാറ്റുകൾ നമ്മൾ വിചാരിക്കുന്ന ദിശയിലേക്കല്ല അടിക്കുന്നത്. നമ്മൾ വിചാരിക്കാത്തതുപോലെ ദൈവം അതിനെ വഴിയാക്കി മാറ്റുന്ന കാറ്റുകൾ. അപ്പോൾ ഇന്ന് പകൽ നമ്മൾ ഓർക്കണം. ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചപ്പോൾ രാത്രി പറഞ്ഞു, മെരുത്തിയിലെ പൗലോസിൻ്റെ കയ്യിൽ ഒരു ദുഷ്ടജന്തു കടിച്ച് ഞാന്നു, ഒരു പാമ്പല്ലേ. പക്ഷെ അത് പുംബുളിയോസ് എന്ന് പറയുന്ന ആ ദേശം ഭരിക്കുന്ന ദേശാധിപതിയുടെ വീട്ടിൽ പോണ താക്കോലായിരുന്നു. ഹലോ, ഭക്തന്റെ കയ്യെ കടിച്ചു തൂങ്ങിയ പാമ്പ് പുംബുളിയോസിന്റെ വീട്ടിലോട്ട് കയറാൻ വേണ്ടിയുള്ള താക്കോലായിരുന്നു. ഏത് പ്രതിസന്ധിയുടെയും പുറകിൽ നാം അറിയാത്തൊരു വഴി ദൈവം ഒരുക്കുന്നുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയിലും അതങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവര് ചേർന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിനായിരിക്കുമ്പോഴേ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിനുശേഷം യേശു പിന്നെയും തിബരിയാസ് കടക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധം ആയിരുന്നു. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനാവിലെ നദനയേലും സെബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി
മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് നഗ്നനായകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്നു ഏകദേശം 20. നമുക്കൊരു നിമിഷം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് ദൈവാത്മാവിന് പകൽ വ്യക്തികളെ തൊട്ട് കുടുംബങ്ങളെ തൊട്ട് ആഴമായി ഇടപെടേണ്ടതിനായി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ച ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, നിന്റെ അഭിഷക്തന്മാരിലൂടെ നടത്തപ്പെടുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി ഇന്ന് പകലായിരിക്കാൻ നടന്ന കൃപയ്ക്കായി സ്തോത്രം. എൻ്റെ മക്കളെ ഈ ദേശത്ത് അതിശക്തമായി ദൈവം ഉപയോഗിക്കുന്നത് ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ അങ്ങയുടെ ജനത്തോട് സംസാരിക്കണമേ. ദൈവവചനത്തിൻ്റെ വാതിൽ അങ്ങയുടെ ജനത്തിനായി തുറക്കണമേ. എതിരായി നിൽക്കുന്ന എല്ലാ ദുരാത്മ മണ്ഡലങ്ങളെ ദൈവം ശാസിക്കണമേ. ദൈവാത്മ മണ്ഡലങ്ങൾ ഞങ്ങൾക്കായി തുറക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ ഒരുമിച്ച് ആത്മാവി ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു മഹത്വം അങ്ങയ്ക്ക് ഏഴ് ക്രൂശിന് മറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ സ്തുതിക്കുമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഏറിയ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസല്ലായിരിക്കും വളരെ സുപരിചിതമായ, ഏറെ പരിചിതമായ ഒരു വേദഭാഗമാണ് വായിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായങ്ങളിലായി 876 വാക്യങ്ങളുള്ള സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. യോഹന്നാൻ യോഹന്നാൻ ഒരു സുവിശേഷവും 3 ലേഖനങ്ങളും പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമായ വെളിപ്പാട് പുസ്തകവും നമുക്ക് എഴുതി തരികയുണ്ടായി. 4 സുവിശേഷങ്ങളില്ല, സുവിശേഷം ഒന്നേ ഉള്ളൂ. സുവിശേഷത്തെക്കുറിച്ച് 4 എഴുത്തുകളുണ്ട്. ഒന്നുകൂടെ ഞാൻ ആ പദം പറയുന്നു. സുവിശേഷം 4 സുവിശേഷം ഒന്നേ ഉള്ളൂ. ആ സുവിശേഷത്തെക്കുറിച്ച് 4 പേര് എഴുതിയിട്ടുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞു. സുവിശേഷം സിമ്പിളാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, യേശുവിനെ ഓർക്കുക. അതേ ഉള്ളൂ സുവിശേഷം. 4 എഴുത്തുകാരും വ്യത്യസ്തമായ നിലയിലാണ് യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. മത്തായി എന്ന അനുഗ്രഹീതനായ ദൈവദാസൻ യേശു ക്രിസ്തുവിനെ യഹൂദന്മാരുടെ രാജാവെന്ന നിലയിൽ എഴുതി തുടങ്ങുകയാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ആ പുസ്തകം തുടങ്ങുന്നു. പുസ്തകം അവസാനിക്കുമ്പോൾ ക്രൂശിന്റെ മുകളിൽ ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് എഴുതി പുസ്തകം അവസാനിപ്പിക്കുന്നു. രാജാവ് എവിടെയെന്ന് ചോദിച്ചെഴുതി രാജാവിനെ ക്രൂശി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുസ്തകത്തിന് തിരശ്ശീല വീണു. യഹൂദന്മാർ വായിക്കുമ്പോൾ അറിയണമായിരുന്നു തച്ചൻ്റെ മകനായി പിറന്നവൻ യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായ രാജാവായിരുന്നുവെന്ന് അറിയണം. അതായിരുന്നു മത്തായിയുടെ ലക്ഷ്യം. എന്നാൽ യവനായ എഴുത്തുകാരനായ മർക്കോസിൻ്റെ ആഗ്രഹം യേശു ക്രിസ്തു അധ്വാനിക്കുന്നവരുടെയും ഭാരം ചുമക്കുന്നവരുടെയും ചുമട് താങ്ങുന്ന ഒരു ദാസനാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മർക്കോസ് സുവിശേഷം എഴുതി. ലൂക്കോസ് ഡോക്ടറായിരുന്നു. ഡോക്ടറായ ലൂക്കോസ്, വൈദ്യനായ ലൂക്കോസ് 2 ചരിത്രങ്ങൾ നമുക്ക് എഴുതി നൽകി. 2 ചരിത്രങ്ങൾ. ഒന്നാമത്തെ ചരിത്രം യേശുക്രിസ്തുവിൻ്റെ കന്യകാ ജനനം മുതൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായി പഠിച്ചിട്ട്
തൻ്റെ സഹപാഠിയോ തൻ്റെ കൂടെ മെഡിസിൻ ചെയ്യുന്ന ആളോ ആരുമാകട്ടെ, തെയോഫിലോസ് എന്ന് പറയുന്ന ഒരു സ്നേഹിതന് ആ ചരിത്രം എഴുതി അയച്ചതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. ലക്ഷ്യം യേശു ലോകത്തിൽ ജനിച്ച ഏക പൂർണ്ണനായ മനുഷ്യൻ. ഒരു സ്വതന്ത്രം പറയണം. ലോകത്തിൽ ഇഷ്ടം പോലെ മനുഷ്യരുണ്ട്, ഇന്നൊരു 750 കോടി ജനമുണ്ട്. പക്ഷേ പൂർണ്ണ മനുഷ്യരാരുമില്ല. നമ്മളിലെല്ലാം അപൂർണതകൾ ഒത്തിരിയുണ്ട്. ഉലകത്തിൽ ഒരാൾ മാത്രമേ പൂർണ്ണ മനുഷ്യനായി ജീവിച്ചുള്ളൂ. അത് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ യേശുവാണ്. അപ്പോൾ യേശു ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നപ്പോൾ തന്നെ തികവാർന്ന പൂർണ്ണ ദൈവവുമായിരുന്നുവെന്ന് ലൂക്കോസ് എഴുതി. എന്നാൽ യോഹന്നാൻ തികച്ചും വ്യത്യസ്തമായി യേശു ക്രിസ്തുവിൻ്റെ 30 വയസ്സ് മുതൽ 33.5 വയസ്സ് വരെയുള്ള ഒരു 3.5 വർഷത്തെ കാര്യം മാത്രമേ 21 അധ്യായത്തിൽ എഴുതിയിട്ടുള്ളൂ. ഇനി പ്രാർത്ഥനയോടെ എൻ്റെ കൂടെ സഹകരിക്കണം. ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനൊരു ഔട്ട്ലൈൻ പറയുന്നത്. മറ്റേ 3 പേരും യേശുവിൻ്റെ ജനനം മുതൽ ഉയർപ്പ് വരെ എഴുതിയപ്പോൾ യോഹന്നാൻ യേശുവിൻ്റെ 30ാമത്തെ വയസ്സ് മുതൽ 33.5 വയസ്സ് വരെയുള്ള 3.5 വർഷത്തെ കാര്യം മാത്രമേ ഈ പുസ്തകത്തിൽ എഴുതിയുള്ളൂ. ഒരു സ്തോത്രം പറഞ്ഞു. 3.5 വർഷത്തെ എഴുതിയെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ വരാതിരിക്കാൻ 3.5 വർഷത്തിനകത്തുനിന്ന് ഒരു 12 ദിവസത്തെ അതിപ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് യോഹന്നാൻ 21 അധ്യായത്തിൽ എഴുതിയത്. ഒരു ഹല്ലേലൂയ പറയാം. പ്രൈസ് ദി ലോർഡ്. മറ്റ് ശിഷ്യന്മാരൊക്കെ യേശുക്രിസ്തുവിൻ്റെ കന്യകാ ജനനം അതിശക്തമായിട്ട് എഴുതി. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു എന്ന് നമുക്ക് ബോധ്യമാകേണ്ടതിന് യെശയ്യാവിൻ്റെ പ്രവചനം 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നിവൃത്തിയായെന്ന് നമ്മൾ അറിയേണ്ടതിന് വളരെ വിശദമായി എഴുതിയെങ്കിലും യോഹന്നാൻ ആ കാര്യം എഴുതിയിട്ടില്ല. യേശുക്രിസ്തു ജനിച്ചു എന്ന് ഹേരോദാവിന് ബോധ്യപ്പെട്ടപ്പോൾ ആ പ്രായത്തിലുള്ള മുഴുവൻ പിള്ളാരെയും കൊന്നുകളയാൻ വിദ്വാൻമാര് ഹേരോദാവിൻ്റെ കൊട്ടാരത്തിൽ വന്ന് പോയ പ്രായം കണക്കാക്കി, നക്ഷത്രം കണ്ട കാലത്തിൻ്റെ കണക്ക് മനസ്സിലാക്കിയിട്ട് 2 വയസ്സിൽ താഴെയുള്ള മൊത്തം പിള്ളാരെ കൊല്ലാൻ ഹേരോദാവ് കൽപ്പനയിട്ടപ്പോൾ യോസഫിന് ദർശനത്തിൽ ദൂതൻ വെളിപ്പെട്ട് പറഞ്ഞു, നീ കുഞ്ഞിനെയും കൊണ്ട് മിസ്രൈമിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ മറിയേയും കുഞ്ഞിനെയും വിളിച്ചുകൊണ്ട് യോസഫ് രാത്രിയിൽ മിസ്രൈമിലേക്ക് പോയി. ആ കാര്യം മറ്റു സുവിശേഷകന്മാർ എഴുതിയെങ്കിലും യോഹന്നാൻ ആ കാര്യം എഴുതിയില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ നസ്രേത്തുകാരൻ എന്ന് വിളിക്കപ്പെടും എന്ന് വരേണ്ടതിന് മിസ്രൈമിൽ നിന്ന് എൻ്റെ മകനെ തിരിച്ചു വരുത്തി നസ്രേത്തിൽ വന്ന് പാർത്തു എന്ന കാര്യം മറ്റു സുവിശേഷകന്മാർ എഴുതിയെങ്കിലും യോഹന്നാൻ ആ കാര്യവും എഴുതിയില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. യേശുക്രിസ്തു പറഞ്ഞ നിരവധി ഉപമകൾ. ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയി. 99 ഗോശാലയിൽ അടച്ചിട്ടിട്ട് ഒന്നിനെ തേടിപ്പോയി ഇടയൻ കണ്ടെത്തി, കൊണ്ടുവന്ന് എല്ലാവരുമായി സന്തോഷിച്ചു. അതൊരു ഉപമയായിരുന്നു. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നിരിക്കട്ടെ, ഒന്ന് കാണാതെ പോയി. അവൾ വിളക്ക് കത്തിച്ചു, അടിച്ചുവാരി കണ്ടെത്തി, എല്ലാവരും സന്തോഷിച്ചു. ഇങ്ങനെയുള്ള നിരവധി ഉപമകൾ മത്തായി, മർക്കോസും ലൂക്കോസും എഴുതിയെങ്കിലും യോഹന്നാൻ ഒരു ഉപമ പോലും എഴുതിയില്ല. ഒരു ഹല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവരാരും എഴുതിയ പല കാര്യങ്ങളും ആരെഴുതിയില്ല? യോഹന്നാൻ എഴുതിയില്ലെന്ന് മാത്രമല്ല, ഇവരെഴുതാത്ത ഒരു 8 കാര്യങ്ങൾ യോഹന്നാൻ എടുത്തെഴുതി. പ്രൈസ് ദി ലോർഡ്. മത്തായിക്ക് മറന്നുപോയ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് മറച്ച, മർക്കോസിനെ മറച്ച, ലൂക്കോസിനെ മറച്ച അതിപ്രധാനപ്പെട്ട ഒരു 8 കാര്യങ്ങൾ, അത് അത്ഭുതമെന്നൊരു വാക്ക് യോഹന്നാൻ എഴുതിയില്ല. മറ്റോരെല്ലാം അത്ഭുതം അത്ഭുതം എന്നെഴുതിയപ്പോൾ യോഹന്നാൻ എഴുതി, ഇത് കാനാവിൽ അടയാളങ്ങളുടെ ആരംഭമായി യേശു ചെയ്തു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ യേശുവിനെ കുറിച്ച് യോഹന്നാൻ എഴുതിയെല്ലാം അടയാളങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മറ്റോരെല്ലാം അത്ഭുതങ്ങൾ എന്ന് എഴുതിയപ്പോൾ യോഹന്നാൻ അടയാളങ്ങൾ എന്ന് പറഞ്ഞു. ഒരു നല്ല ഹല്ലേലൂയ പറയണം. ഈ 3.5 വർഷത്തെ കാര്യത്തിൽ 12 ദിവസത്തെ കാര്യം മാത്രം എടുത്തെഴുതിനകത്ത് 7 അധ്യായം, ആകെ 21 അധ്യായമേ ഉള്ളൂ.
അതിനെ 1/3 7 അധ്യായം മുഴുവൻ ഏതാണ്ട് 236 വാക്യങ്ങൾ യോഹന്നാൻ എഴുതിയത് യേശുവിൻ്റെ കഷ്ടാനുഭവമാണ്. അപ്പൊ യോഹന്നാന്റെ ലക്ഷ്യം ഇവിടെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിനേക്കാൾ യേശു കാൽവറിയിൽ എന്താണ് നമുക്ക് വേണ്ടി സഹിച്ചതെന്ന് 7 അധ്യായങ്ങളിൽ 236 വാക്യത്തിൽ യോഹന്നാൻ രേഖ. നല്ലൊരു സ്തോത്രം പറഞ്ഞേ ഹല്ലേലൂയ. ഒരു പാപിയായ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കേണ്ടതിന് യേശു എന്താണ് കാൽവറിയിൽ ചെയ്തതെന്ന്. ഹല്ലേലൂയ. അപ്പൊ യോഹന്നാൻ ആഗ്രഹിച്ച മറ്റെന്തിനേക്കാൾ യേശു മാനവകുലത്തിനു വേണ്ടി ഗെത്സമന മുതൽ ഗാഗുൽത്ത വരെ എന്താണ് സഹിച്ചതെന്ന് വളരെ വിശദമായി എഴുതിയിരിക്കുക. ഒരു സ്തോത്രം പറയണം. അപ്പൊ നാം ഇന്ന് പകൽ മറ്റൊന്നും അറിഞ്ഞില്ലെങ്കിലും ആ കാൽവറിയെ യഥാർത്ഥമായിട്ടൊന്നറിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, എന്നെ ഞാനാക്കി തീർക്കാൻ നല്ല ഉയർന്ന പൊസിഷനിലെ ജോലി റിസൈൻ ചെയ്ത് കർത്താവിന്റെ വേലക്കാരനായിട്ട് ഇവിടെ ഒരു ആരാധന തുടങ്ങാൻ ദൈവദാസൻ ദാനിയേൽ സാറിനെ പ്രേരിപ്പിച്ച ഘടകം, പ്രൈസ് ദി ലോർഡ്, ത്യാഗപരമായ ഒരു വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ തന്നെ പ്രേരിപ്പിച്ച ഘടകം മറ്റൊന്നുമല്ല. അതാ കാൽവറിയിലെ സ്നേഹം. ഈ പകൽ മനസ്സിലാകുന്നവർ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ച് കാൽവറിയിലെ സ്നേഹത്തിന്റെ ആഴം. Praise the Lord. Praise the Lord. യോഹന്നാൻ എഴുതി തുടങ്ങുന്നത് 1-ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിലെ കുറച്ചു വാക്യം എഴുതി തുടങ്ങുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത് ആദിയിൽ ദൈവം ആകാശവും, ശരിയായ പരിഭാഷ സ്വർഗങ്ങളും ഭൂമിയെ സൃഷ്ടിച്ചെന്ന. ആകാശമെന്നല്ല, ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയെ സൃഷ്ടിച്ചു. ആ ആദി എന്ന് പറയുന്നത് സമയത്തിന്റെ ആദിയാ, കാലത്തിന്റെ ആദിയാ, യുഗങ്ങളുടെ ആദിയ, വെളിച്ചവും പകലും ഉണ്ടായ, രാത്രിയും പകലും ഉണ്ടായ ആദിയ. എന്നാൽ യോഹന്നാൻ എഴുതിയ ആദി അതല്ല. യോഹന്നാൻ എഴുതുന്ന ആദി ഒന്നുമില്ലായിരുന്നു, ദൈവം ഒഴിച്ച് മറ്റൊന്നുമില്ലാത്ത ആദി എന്ന് പറഞ്ഞ അനാദി നിത്യതയിൽ. സ്വത്രം പറയണം. ഉലകത്തിൽ എന്തെങ്കിലും ഉണ്ടാകുന്നതിന് മുമ്പേ, സ്വത്രം പറഞ്ഞാട്ടെ, അല്ലെ, ഉലകത്തിൽ നാം കാണുന്ന നമ്മുടെ ദൃശ്യമായ മണ്ഡലത്തിൽ നാം എന്തെങ്കിലും കാണുന്നതിന് മുമ്പേ ഒന്നുമില്ലാതിരുന്നപ്പോൾ യേശു ഉണ്ടായിരുന്നു. ഇന്ന് പകൽ ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്നവൻ ആരാന്ന് നീ അറിയണം. ഓ, സകലത്തിനും ലാക്കും സകലത്തിന് കാരണഭൂതനുമായവൻ ഇന്ന് രാവിലെ നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നെന്ന് വിശ്വസിക്കുന്നവർ ആ കരം ആത്മാർത്ഥമായി ഒന്ന് ചേർത്തടിച്ച് ഹല്ലേലൂയ. ഓ റിബലമനഗേ ശബ്ദരാജന വൈഡമന ഹല്ലേലൂയ. ഓ പ്രൈസ് ദി ലോർഡ്. അത് എഴുതി വന്നിട്ട് താൻ അടുത്ത് തുടങ്ങുന്നത് മരുഭൂമിയിൽ നിന്നും ഒരു മനുഷ്യന്റെ ശബ്ദം, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന്റെ പേര് യോഹന്നാൻ എന്ന് തുടങ്ങുകയാണ്. യോഹന്നാൻ ഇപ്പോൾ 30.5 വയസ്സുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെയാണോ? യോഹന്നാൻ ഇപ്പം 30.5 വയസ്സുണ്ട്. യോഹന്നാന്റെ പണി ഒരു വഴി വെട്ടി തുറക്കുക. മലാക്കി പ്രവാചകൻ ദൂത് അവസാനിപ്പിച്ചപ്പോൾ ദൈവിക ഇടപെടലിന്റെ തിരശീല വീണു. എൻ്റെ കൂടെ വരണേ. 39-ാമത്തെ പുസ്തകമായ മലാക്കി പ്രവാചകന്റെ പ്രവചനം നിന്നപ്പോൾ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന് തിരശീല വീണു. പിന്നെ ഒരു 4 നൂറ്റാണ്ട് ദൈവം മനുഷ്യനോട് മിണ്ടിയില്ല.
7 ദിവസം ഉപവാസമില്ല, 21 ഉപവാസമില്ല, 40 ഉപവാസമില്ല, 3 ഉപവാസമില്ല, ചൊവ്വാഴ്ച ലേഡീസ് മീറ്റിംഗ് ഇല്ല, വ്യാഴാഴ്ച വീട്ടു പ്രാർത്ഥനയില്ല, വെള്ളിയാഴ്ച ഉപവാസമില്ല, ഞായറാഴ്ച ആരാധനയില്ല, ഒന്നുമില്ലാത്തൊരു 400 വർഷം. എല്ലാ വഴിയും അടഞ്ഞു, എല്ലാ വഴിയും കാട് കയറി. എല്ലാ വഴി കാട് കയറിയപ്പോൾ കാട് വെട്ടിത്തെളിച്ച് വഴി തുറക്കാൻ ഒരു മനുഷ്യൻ ഇറങ്ങി വന്നു. ഹല്ലേലൂയ പറയണം. നല്ല സ്വത്രം പറയണം. ഹല്ലേലൂയ. 400 വർഷം കൊണ്ട് അടഞ്ഞുപോയ വഴി തുറക്കാൻ വന്നവന്റെ പേരാണ് യോഹന്നാൻ സ്നാപകൻ. ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിന്റെ കൂടാരത്തിലേക്കുള്ള നന്മയുടെ വഴികൾ പിശാച് കൊട്ടിയടച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം അടയപ്പെട്ട സകല വഴികളെ വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കണം. നിനക്ക് വിരോധമായി പിശാച് കൊട്ടിയടച്ച സകല വഴികളെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നാം ഇവിടെ കൈയടിച്ചോണ്ടിരിക്കുമ്പോൾ വഴി അവൻ തുറന്നുകൊണ്ടിരിക്കുക. എവിടെയൊക്കെ അവൻ അടച്ചോ അവിടെയെല്ലാം ദൈവം തുറക്കും. അപ്പോൾ ആ വിളിച്ചു പറയുന്നവൻ വഴി വെട്ടി തുറന്നുകൊണ്ട് വന്നപ്പോൾ ജനം പ്രതീക്ഷയോടെ കാത്തിരുന്നു മശിക വരുമെന്ന്. ഇപ്പൊ യോഹന്നാന്റെ ഭാഷാശൈലി, വസ്ത്രധാരണം ഒക്കെ കണ്ടപ്പോൾ ഇവനായിരിക്കും മശിക എന്ന് അവർ തെറ്റിദ്ധരിച്ചു. ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയ്ക്ക് തോൽവാറും ഒക്കെ കെട്ടി, അഗ്നി പാറുന്ന കണ്ണും തീ കത്തുന്ന നാവും താടിയൊക്കെ വളർത്തി മുടിയൊക്കെ വളർത്തി മരുഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യൻ വരികയാണ്. പരിപരുത്ത സ്വഭാവത്തിന്റെ ഉടമ. പ്രൈസ് ദി ലോർഡ്. ഭാഷയ്ക്കകത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ല. അവൻ ഇസ്രായേലിനെ 400 വർഷം ദൈവിക ഇടപെടലില്ലാതിരുന്ന ഇസ്രായേലിനെ അഭിസംബോധന ചെയ്തത് ആദരണീയരും ബഹുമാന്യരുമായ ദൈവത്തിന്റെ ശ്രേഷ്ഠ ജനമേ, അബ്രഹാമിന്റെ സന്തതിയെ എന്നൊന്നും അല്ല വിളിച്ചേ. യോഹന്നാൻ വിളിച്ച സർപ്പസന്തതിയെ. ഒരല്ലിയ പറയണം. ആർക്കും ഇഷ്ടപ്പെടാത്ത ഭാഷയുമായി യോഹന്നാൻ രംഗത്ത് വന്ന് സർപ്പസന്തതികളെ, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിന്റെയൊക്കെ ചവിട്ടി കോടാലി വെച്ചേക്കുക എന്ന് പറഞ്ഞ് കത്തിക്കയറുന്ന പ്രസംഗം. പട്ടാളക്കാരോട് പറഞ്ഞ് ശമ്പളമേ മേടിക്കാവൂ, കിമ്പളം മേടിക്കരുത്. ചുങ്കം പിരിക്കുന്നവരോട് പറഞ്ഞ് ന്യായമായതേ മേടിക്കാവൂ, അധികം മേടിക്കരുത് എന്ന് വേണ്ട. എല്ലാ മേഖലയിലും വ്യാപിച്ചു നിന്ന അനീതിയെ ആ മനുഷ്യൻ എതിർത്തു. അങ്ങനെ പ്രസംഗിച്ച് കയറി വരുമ്പോൾ തന്റെ പ്രസംഗ വിഷയം കേട്ട ആൾക്കാർ വന്ന് ചോദിച്ചു, നീയാണോ വാസ്തവത്തിൽ വരാനുള്ളവൻ? നമ്മളെ വല്ലതും പറഞ്ഞേനെയും ഞാനായിട്ട് എങ്ങനെയാ പറയുന്നേ? നിങ്ങളെല്ലാം കൂടെ പറയുവാണെങ്കിൽ ഞാൻ തന്നെ. ഹലോ, പ്രൈസ് ദി ലോർഡ്. പക്ഷെ യോഹന്നാൻ പറഞ്ഞത് ഞാനല്ല. അയ്യോ, അവനാരാ ഞാനാരാ? നിങ്ങളാ പറയുന്നവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിക്കാൻ ഞാൻ യോഗ്യനല്ല. നല്ല സ്തോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ ഇങ്ങനെ സ്നാനം കഴിപ്പിക്കുന്നേ ഉള്ളൂ. ഞാൻ ഈ മാനസാന്തരം പ്രസംഗിക്കുന്നേ ഉള്ളൂ. അവൻ അങ്ങനൊന്നുമല്ല. അവൻ നിങ്ങളെ തീയിലും ആത്മാവിൽ സ്നാനം കഴിപ്പിക്കും. ഇന്ന് പകൽ അവൻ ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കാൻ മടിക്കരുത്. ഹല്ലേലൂയ. ചുടബൽ കമനേറുദാരഗഷ്. ഓ, രക്തത്താലേ ജയം. പ്രൈസ് ദി ലോർഡ്. അവൻ വളരണം, ഞാൻ കുറയണം. നിങ്ങൾ വിചാരിക്കുന്ന ആള് ഞാനല്ല. എൻ്റെ കയ്യിൽ കോടാലിയൊക്കെ ഉള്ളൂ, അവൻ്റെ കയ്യിൽ വീശുമുറവുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കും. നല്ലതിനെ മാത്രം അകത്ത് കയറ്റി അല്ലാത്തതിനെല്ല തീക്കകത്ത് ചുടാൻ കഴിവുള്ളവൻ എൻ്റെ പിന്നാലെ വരുന്നേ. ചേർന്നല്ലേലൂയ പറയുന്ന പകൽക്കാലം യേശു എന്ന മഹത്വമേറിയ നാമത്തിന്റെ ശക്തി. ഹല്ലേലൂയ. അപ്പൊ ഈ ആളുകളുടെ എല്ലാം മനസ്സിൽ
ഇവൻ ഈ പറയുന്ന ആളാരാന്നറിയാൻ കാത്തിരിക്കുക. അപ്പൊ അവൻ പറഞ്ഞു, ഞാന് അതിനെക്കുറിച്ച് വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ്. യോഹന്നാന്റെ പേരെന്തുവാ? വിളിച്ചു പറയുന്നവന്റെ ശബ്ദം. അവൻ പുറകെ വരുന്നുണ്ട്. ജനമിങ്ങനെ കാത്തിരിക്കുമ്പോൾ നിങ്ങളോട് ദേവദാസൻ പറഞ്ഞു, ഇന്ന് പകൽ പി സി ചെറിയാൻ പാസ്റ്റർ പ്രസംഗിക്കും. നിങ്ങളെ പി സി ചെറിയാൻ എന്ന് പറയുന്ന വയസ്സിനെ കാണാൻ ഇന്ന് പകൽ കാത്തിരുന്ന പോലെ പ്രൈസ് ദി ലോർഡ് ജനമെല്ലാം കൂടെ യോഹന്നാൻ പറയുന്ന ആളിനെ കാണാൻ കാത്തിരിക്കുക. അങ്ങനെ കാത്തിരിക്കുമ്പോൾ വലിയ 10,000-കണക്കിന് ആളുകൾ യോർദാന്റെ കരയിൽ കൂടി നിൽക്കുകയാണ്. കൂടി നിൽക്കുമ്പോൾ പുറകിൽ ആ കൂടി നിൽക്കുന്ന മുഴുവൻ പേരെ കാട്ടി സുന്ദരൻ, വെണ്മയും ചുമപ്പും ഇടകലർന്ന സൗന്ദര്യമുള്ള ഉലകത്തിലെ ഏക മനുഷ്യൻ, ഹല്ലേലൂയ, ഈ പ്രസംഗകനേക്കാൾ ഹല്ലേലൂയ ഹല്ലേലൂയ, ആയിരങ്ങളിൽ സുന്ദരൻ, 10,000-ങ്ങളിൽ സുന്ദരൻ, വെണ്മയും ചുമപ്പുമുള്ളവൻ, അവനൊപ്പം പറയാൻ ആരുമില്ലാത്തവൻ, ഹല്ലേലൂയ. യോഗത്തിന്റെ പുറകിൽ കൂടെ നടന്നു പോകുന്നു. കടന്നു പോകുന്ന യേശുവിനെ യോഹന്നാൻ ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് പറഞ്ഞു, ദേ ഞാൻ ഈ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ പ്രസംഗിച്ചില്ലേ, പുറകെ വരുന്നെന്ന്. അവൻ ദേ ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ജനമൊന്ന് തിരിഞ്ഞു നോക്കിയ സമയം കൊണ്ട് യേശു കടന്നുപോയി. പിറ്റേ ദിവസവും ഇതേ സമയത്ത് യേശു വന്നു. അന്ന് യോഹന്നാൻ അതേ പരിചയപ്പെടുത്തി നടത്തി, ഇതേ ലോകത്തിന്റെ പാപം ചുമക്കുന്ന. ഇതുവരെ യേശുവിന്റെ യോഹന്നാൻ സ്നാപകന്റെ കൂടെ പുസ്തകം പിടിക്കാനും വെള്ളമൊഴിച്ചു കൊടുക്കാനും ഒക്കെ കൂടെ നിന്ന ശിഷ്യന്മാരായിരുന്നു അന്ത്രയോസും യോഹന്നാൻ. ഇവർ രണ്ടും കൂടി ഇത് കേട്ടപ്പോൾ യേശുവിന്റെ പുറകെ അങ്ങ് പോയി. ഒരു സ്തോത്രം പറയണം. ഞങ്ങളുടെയൊക്കെ പുറകെ വരുന്നതിന് കുഴപ്പമില്ല, യഥാർത്ഥ യേശുവിനെ കാണിച്ച പിന്നെ അവന്റെ പുറകെ പൊക്കോണം, വേറെ ആരുടെയും പുറകെ പോകല്ലേ. അനുഗമിക്കാൻ കൊള്ളാവുന്ന ഒരാളുണ്ടെങ്കിൽ അതിന്ന് പകൽക്കാലം യേശുവാ. ഹല്ലേലൂയ. അപ്പൊ ഈ തിരിഞ്ഞ പുറകെ വരുന്നവരെ കണ്ടിട്ട് യേശു തിരിഞ്ഞു നോക്കി. ഒരല്ലെ പറയണം. യാത്ര ചെയ്യുമ്പോൾ അനുഗമിക്കുന്നവനെ തിരിഞ്ഞു നോക്കുന്ന യേശു തിരിഞ്ഞു നോക്കിട്ട് നിങ്ങൾ ആരെ തിരയുക? ഉടനെ യോഹന്നാൻ ചോദിച്ചു, എവിടാ താമസിക്കുന്നത്? ഉടനെ യേശു പറഞ്ഞു, വന്ന് കാണാം. കാരണം അങ്ങനെ പറയാൻ വീടൊന്നും ഇല്ല. അവരുടെ കൂടെ പോയി. അന്ന് തുടങ്ങിയ യാത്രയാണ് യോഹന്നാൻ. അതൊന്ന് പറയാൻ വേണ്ടി ഇത്രയും പറഞ്ഞ്. അന്ന് തുടങ്ങിയ യാത്ര ക്രൂശിന്റെ ചുവട്ടി വരെ. കരമടിച്ച് ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കൂടെ വന്ന പലരും, പ്രത്യേകിച്ച് പന്തീരുവര്, അവരൊക്കെ അവസരം വന്നപ്പോൾ ഓടി മാറി. എന്നാൽ പല അവസരം വന്നിട്ടും ഓടി മാറാതെ യോഹന്നാൻ സ്നാപകന്റെ വാക്ക് കേട്ട് പുറകെ തിരിച്ച നിമിഷം മുതൽ ക്രൂശിന്റെ ചുവട് വരെ ആ മാർവിടം ചാരി സഞ്ചരിച്ച ഏക ശിഷ്യൻ യോഹന്നാനാ. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. പ്രതിസന്ധികൾ വന്നാലും വെല്ലുവിളികൾ വന്നാലും നീ അനുഗമിക്കുന്ന യേശുവിൽ നിന്ന് അകന്നു പോകാതെ നീ യേശുവിനോട് ചേർന്ന് നടക്കുവാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ 1-ാം അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകനിലൂടെ തന്നെക്കാൾ 6 മാസം പ്രായക്കുറവുള്ള യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി. തന്റെ ശിഷ്യന്മാർ അവരുടെ പുറകെ പോയി. പിന്നെയുള്ള 3.5 വർഷം യേശു എന്ത് ചെയ്തെന്നാണ് അടുത്ത അധ്യായങ്ങൾ. ഒരു സ്തോത്രം പറഞ്ഞ 2-ാം അധ്യായത്തിൽ മറ്റാരും എഴുതാത്ത കാര്യം എഴുതി. കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ആഴ്ചവട്ടത്തിന്റെ 3-ാമത്തെ ദിവസം ആ വീട്ടിലെ വീഞ്ഞ് തീർന്നു പോയി. യേശു അത് പരിഹരിച്ചു.
ഒരല്ലിയെ പറഞ്ഞ്. വളരെ സിമ്പിളായ വിഷയമായിട്ട് നമുക്ക് തോന്നും. വീഞ്ഞ് തീരുക, ചോറ് തീരുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല. നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെ സംഭവിക്കും. അപ്രതീക്ഷിതമായി ആളുകളുടെ എണ്ണം കൂടിയാൽ നമ്മൾ 400 പേരെ വിളിച്ചു. പക്ഷെ വിളിച്ചു കൂടുതൽ ഭാര്യയും ഭർത്താവും പിള്ളേരും കൂടി ഇഞ്ഞ് വന്നെന്നിരിക്കട്ടെ, 400 എന്നുള്ളത് 600 ആയെന്ന് വരാം. അന്ന് അവധിയായിരുന്നു പിള്ളേർക്ക്. പിള്ളേരെ വീട്ടിൽ ഇരുന്നിട്ട് വരാൻ വയ്യാഞ്ഞുകൊണ്ട് അവരെ കൂടെ കൊണ്ടുവന്നു. അപ്പം നമ്മളെ ഓർഡർ കൊടുത്തത് തെറ്റി, തികയാതെ വന്നു. പുളിശ്ശേരി തീർന്നപ്പോൾ കലവറയ്ക്കകത്ത് നിന്നവൻ കഞ്ഞോളം ഒഴിച്ച് പുളിശ്ശേരി വലുതാക്കി. എരിശ്ശേരി തീർന്നപ്പോൾ അതിനകത്ത് മൈദാമാവ് കലക്കി, അത് വലുതാക്കി. നിങ്ങളൊന്നും മിണ്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കും. ഒരു സ്വന്തം പറഞ്ഞാട്ടെ ഹല്ലേലൂയ. പക്ഷെങ്കിലേ കാനാവിലെ വീട്ടിൽ അങ്ങനൊന്നും അല്ല നടന്നേ. ഒരു യഹൂദന്റെ വീട്ടിൽ ഒരു ആൺകുഞ്ഞ് ജനിച്ചാൽ ആണായാലും പെണ്ണായാലും ജനനത്തിന് 4-5 ദിവസം മുമ്പേ നല്ല പാട്ടുകാരെ അന്നത്തെ സകലവിധമായ വാദിത്ര്യങ്ങളുമായി വീട്ടിൽ വിളിച്ചു വരുത്തണം. അത് ജനിക്കാൻ പോകുന്ന കൊച്ചിൻ്റെ അപ്പൻ്റെ ചുമതലയാണ്. ഹലോ, നല്ല ടീമിനെ വിളിക്കുകയാണെങ്കിൽ അപ്പൻ നല്ല സാമ്പത്തികമുള്ളവനാണെന്നർത്ഥം. അപ്പം പ്രസവ മുറി വീടിനോട് ചേർന്ന് തന്നെ കുടിലുകൾ, കൂടാരങ്ങളാണ്. കൂടാരത്തോട് ചേർന്നൊരു കൊച്ചു മുറി പ്രസവത്തിന് വേണ്ടിയുണ്ട്. ആ മുറിക്കകത്ത് സൂതികർമ്മണങ്ങളെ വരുത്തും. അന്ന് ഇന്നത്തെ കൂട്ട് ഹോസ്പിറ്റലില്ല, ആഴ്ച സ്കാനിങ് ഒന്നുമില്ല. ഇസ്രായേലിയ പെൺകുട്ടികൾ നല്ല തിറമുള്ളവരാണ്. അവരാ സമയത്ത് ഗർഭം ധരിക്കുന്ന സമയത്ത് പ്രസവിക്കും, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പം ഇതെല്ലാം നോക്കുന്ന സൂതികർമ്മങ്ങൾ എൻ്റെ കൂടെ നിന്ന് വരണേ. അപ്പം ഈ പ്രസവ മുറിക്ക് ഒരു ചെറിയ കിളിവാതിലുണ്ട്. അതിനകത്തൂടെ ഈ സൂതികർമ്മിണി വിളിച്ചു പറയണം പുറത്തോട്ട്, നമ്മുടെ മോള് മറിയ പ്രസവിച്ചു, കൊച്ചാണാണ് എന്ന് പറയുവാണെങ്കിൽ കൊച്ചിൻ്റെ അപ്പൻ വിളിച്ചു വരുത്തിയിരിക്കുന്ന ഗായക സംഘം സകല തകിലും തബലയും ഋതവും എല്ലാം ഇട്ട് അടിച്ച് മൂപ്പിച്ച് ഒരു 3 ദിവസത്തെ ഉത്സവമാണ് വീട്ടിൽ. ഭയങ്കര പാട്ടും കച്ചേരിയും ബഹളം. ഒരല്ലിയെ പറഞ്ഞേ, അത് ഇസ്രായേലിയ കുടുംബത്തിൽ ഒരാണ് ജനിച്ചതിൻ്റെ സന്തോഷം. അബ്രഹാമ്യ സന്തതിയിൽ ഒരാൺ സന്തതി ജനിച്ചതിൻ്റെ വലിയ സന്തോഷം. ഇതേ സൂതികർമ്മണി ആ കിളിവാതിലിൽ കൂടെ തല വെള്ളോട്ടിട്ട് ഞങ്ങളുടെ മറിയ പ്രസവിച്ചു, കൊച്ചു പെണ്ണാന്ന് പറഞ്ഞാൽ പാട്ടുകാരെല്ലാ സാധനവും കെട്ടിപ്പറക്കി വീട്ടിൽ പോകും. പാട്ടില്ല. സഹോദരിമാർ വിഷമിക്കല്ല, യഹൂദന്റെ കാര്യമാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആണാ ജനിച്ചതെങ്കിൽ ഭയങ്കര പാട്ടും പരിപാടിയും, പെണ്ണാ ജനിച്ചതെങ്കിൽ പാട്ടും പരിപാടിയും ഒന്നും ഇല്ല. അങ്ങനെ യേശു ജനിച്ചപ്പോഴും പാട്ടും കച്ചേരിയും നടത്തണം. പക്ഷേ കീറ്റുശീലം മേടിക്കാൻ കാശില്ലാത്ത ജോസഫ് എവിടുന്ന് പാട്ട് കച്ചേരി വിളിക്കാനാ? ഹലോ, ഒരു ലോഡ്ജ് എടുത്ത് മറിയയുടെ പ്രസവം നടത്താൻ കാശുണ്ടായിരുന്നെങ്കിൽ വഴി പ്രസവിക്കേണ്ടി വരത്തില്ലല്ലോ. വഴിയമ്പലത്തിൽ സ്ഥലമില്ലെന്നല്ല എഴുതിയേക്കുന്നത്, അവർക്ക് സ്ഥലമില്ലെന്നാ. സ്വതന്ത്രം പറഞ്ഞില്ല, വഴിയമ്പലത്തിൽ സ്ഥലമില്ലെന്നല്ല എഴുതിയേക്കുന്നത്, യോസഫിനും മറിയയ്ക്കും സ്ഥലമില്ലെന്നാ. എന്ന് പറഞ്ഞാൽ വാടക കൊടുക്കാൻ പൈസ ഇല്ലെന്നാ. അപ്പം വാടക കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് വഴി പ്രസവിച്ചു, കന്നാലി തൊഴുതി കൊണ്ട് കിടത്തി. പ്രൈസ് ദി ലോർഡ്. ജോസഫിന് വിഷമം വന്ന് കാണും, യഹൂദന്മാരുടെ കുടുംബത്തിൽ ജനിച്ച് എനിക്ക് എൻ്റെ ആദിജാതം പിറന്നപ്പോൾ ഒരു പാട്ടുകാരെ വിളിക്കാൻ ഒത്തില്ലെന്ന് സങ്കടം വരാം. പക്ഷേ കൊച്ചിൻ്റെ അപ്പൻ പുള്ളി അല്ലാഞ്ഞത് കൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, കൊച്ചിൻ്റെ അപ്പൻ സ്വർഗത്തിൽ നിന്ന് പാട്ടുകാരെ ഇറക്കി. കരമടിച്ച് ആരാധിക്കണം. പിന്നെ നിന്റെ ജീവിതത്തിന്റെ പദ്ധതികളെ മുഴുവൻ തുറക്കുന്ന ദൈവം എന്ന് പകരം ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. പിന്നെ കൊച്ചിന്റെ അപ്പൻ സ്വർഗത്തിൽ നിന്ന് പാട്ടുകാരെ ഇറക്കി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഇന്ന് മേൽ സ്വർഗീയ ഗായക സംഘം ഇറങ്ങി.
ചുടപരമനഗദരജല റൗഷാരമന അർഥുരമനാധികാരകൾ കമാന വർഷ സംദരേതരാജന ഓരി ബലമന ബല ബൗഡാരമനകൾ ഖജാല വർഷ സൈഡര ഹല്ലേലൂയ. Glory to God. ഹല്ലേലൂയ. കരമുയർത്തി നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ഞങ്ങളുടെ പാവം സഹോദരിമാർ വിചാരിക്കും ഞങ്ങൾ ജനിച്ച പാട്ടൊന്നുമില്ലേ, മറ്റു പരിപാടി ഉണ്ട്. നിങ്ങൾ വിഷമിക്കണ്ട. അപ്പനൊരു ബാധ്യതയായി വരാതിരിക്കാൻ ഒരു പെങ്കൊച്ചാ ജനിച്ചതെങ്കിൽ ആ കൊച്ചിൻ്റെ 1ാമത്തെ ബർത്ത്ഡേക്ക് ഇവിടുത്തെ ബേക്കറി കയറി 30 ജിലേബി മേടിച്ചുകൊണ്ട് യോഗത്തിന് വരാനൊക്കത്തില്ല. സ്തോത്രം. 50 ലഡുവും കൊണ്ട് വരാനൊക്കത്തില്ല. ബർത്ത്ഡേ ആണെങ്കിൽ 1ാമത്തെ ബർത്ത്ഡേക്ക് ഈ അപ്പൻ 10 പറ വീഞ്ഞ് കൊള്ളുന്ന 10 പറ വീഞ്ഞ്, പ്രൈസ് ദി ലോർഡ്, കൊള്ളുന്ന ഒരു വലിയ കൽപ്പരണി നിറയെ വെള്ളമൊക്കെ വറ്റിച്ച ഒറിജിനൽ വീഞ്ഞ് കെട്ടി ഭദ്രമായി ഈ കൊച്ചിന്റെ മുറി കൊണ്ടുവെക്കും. 25 വയസ്സുള്ള കൊച്ചിൻ്റെയാണ് കല്യാണം നടക്കുന്നതെങ്കിൽ 25 കൽപ്പരണി വീഞ്ഞ് ആ കൊച്ചിന്റെ മുറി കാണും. അത് ഓരോ ബർത്ത്ഡേക്ക് ഈ മകക്ക് വേണ്ടിയുള്ള അപ്പന്റെ കരുതല. ഒരു സ്വതന്ത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ 10 പറ വീതം കൊള്ളുന്ന കൽപ്പരണയാണെങ്കിൽ 25 വയസ്സുള്ള കുഞ്ഞിനെ കെട്ടിക്കുമ്പോൾ അപ്പന്റെ മകളുടെ റൂമിനകത്ത് 250 പറ. ഒരു പറയെന്ന് പറയുന്നത് 10 അടങ്ങഴി അല്ലേ? അങ്ങനെയുള്ള 250 പറ വീഞ്ഞ് ഈ കൊച്ചിന്റെ മുറിയിലുണ്ട്. അപ്പന്റെ ഒരായുസിലെ മകൾക്ക് വേണ്ടിയുള്ള കരുതല. വീഞ്ഞ് തീർന്നെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഹല്ലേലൂയ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. വളരെ ഗൗരവത്തോടെ ഈ പകൽക്കാലം ദൈവത്തെ സ്തുതിക്കണം. ഒരപ്പൻ ഒരായുസ് മുഴുവൻ തന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതിയത് തീർന്നു പോയെന്ന. ഇന്ന് പകൽ നാം എത്ര സൂക്ഷിച്ച് കരുതി വെച്ചാലും സമയത്തുതകണമെന്നില്ല. സമയത്തുതകാതെ തീർന്നെന്ന് വരാം. മനസ്സിലാകുന്നവർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. ഇന്ന് പകൽക്കാലം അപ്പന്റെ കരുതലുകൾ, അമ്മയുടെ കരുതലുകളോ റബശംദരേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത്രയും വർഷം ഒരു പിതാവ് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വിയർപ്പൊരുക്കി എന്റെ കുഞ്ഞിനെ ഇറക്കി വിടുമ്പോൾ അവക്കൊരു ബുദ്ധിമുട്ടും വരല്ലേ എന്ന് പറഞ്ഞ് വളരെ സൂക്ഷിച്ചു വെച്ചത് സമയത്തില്ലാതെ പോയി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇല്ലാതെ പോകാൻ ഒരു 12 വർഷത്തെ രക്തസ്രാവം വന്നാൽ മതി. അവക്കുള്ളതെല്ലാം വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്തു. വൈദ്യന്മാരാൽ ഏറിയോന്ന് സഹിച്ചു. അവൾ എത്ര സൂക്ഷിച്ചു വെച്ചാലും ഒരു കൊച്ചസുഖം വന്നാൽ ഒഴുകിപ്പാനേ ഉള്ളൂ. സ്തോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. യഹൂദന്റെ വിവാഹത്തിന്റെ ഏറ്റവും മാന്യമായ ചടങ്ങ് വരുന്നവർക്കെല്ലാം വീഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇന്നത്തെ കൂട്ട് ഒരാള് മാരുതി 800 വന്നു, മറ്റേ ആള് വാഗണ്ണാറെ വന്നു, അടുത്ത ആൾ ഇന്നോവയെ വന്നു, അടുത്ത ആൾ ഇന്നോവ ക്രിസ്റ്റേ വന്നു, അടുത്ത ആള് ബെൻസേ വന്നു. അങ്ങനൊന്നും അന്ന് വരാനൊക്കത്തില്ല. അന്ന് വണ്ടിയില്ല. ഒരുത്തൻ കഴുതയുടെ പുറത്ത് വരും, ഒരുത്തൻ ഒട്ടകത്തിന്റെ പുറത്ത് വരും, ഒരുത്തൻ കാളയുടെ പുറത്ത് വരും. ഒന്നുമില്ലാത്ത നടന്നു വരും. നടന്നു വരുന്നവൻ മാസം കൊണ്ടായിരിക്കും വീട്ടിൽ വരുന്നത്. നിങ്ങൾ എന്നോടൊന്ന് വരണം. അപ്പം എത്ര ദൂരെ നിന്ന് വരുന്നവൻ പണമുള്ളവന് ഒട്ടകപ്പുറത്ത് വരും, പണമില്ലാത്ത കരുതപ്പുറത്ത് വരും, ഒന്നുമില്ലാത്ത നടന്നു വരും. ഇവരെല്ലാം വരുമ്പോഴും വീഞ്ഞു കൊടുക്കണം. അപ്പം രാവിലെ 10 തുടങ്ങി 1 മണിക്ക് തീരുന്ന ഫംഗ്ഷനല്ല, ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഫംഗ്ഷനാ. സ്തോത്രം പറയണം. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയുള്ളൊരു പ്രോഗ്രാമിൽ തീർന്നപ്പോൾ ആ വിവരം ചാർച്ചക്കാരിയായ മറിയ അറിയുന്നു. മറിയ ആ കാര്യം ഓടി വന്ന് യേശുവിനോട് പറയുന്നു. യേശു ആ കാര്യം വിരുന്നുവാഴി അറിയാതെ, സ്വത്രം പറഞ്ഞേ, മണവാളൻ അറിയാതെ, സ്വത്രം പറയണം, മണവാളന്റെ അപ്പൻ അറിയാതെ, സ്വത്രം പറയണം, ഇരു ചെവി അറിയാതെ ആ മതിലിനകത്ത് ആ വിഷയം യേശു പരിഹരിച്ചെങ്കിൽ
ഇന്ന് പകൽ നിന്റെ ശൂന്യതകളെ ഇരുചെവി അറിയാതെ പരിഹരിക്കാൻ കഴിവുള്ള വിശ്വസിക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഇന്ന് പകൽ ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ മറുപടി വെളിപ്പെടുകയോ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ്. ഈ വിരുന്നുവാഴി എന്നൊക്കെ പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ ഇടയിൽ ഇല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ മുറ്റത്ത് പന്തലിട്ട് കണയോലയൊക്കെ കുത്തി പ്രത്യേകിച്ച് ഒരു മുറി കലവറയാക്കി നല്ല മണമുള്ള പാളാന്തോടം പലവെല്ലാം കൂടെ തൂക്കിയിട്ട് കലത്തിനകത്ത് പുളിശ്ശേരി ഇപ്പുറത്തെല്ലാം മീൻകറി എല്ലാം വെച്ചിരിക്കുന്ന കലവറകൾ ഓർമ്മയുണ്ടോ? അവിടെ എങ്ങനെ നമുക്ക് പിള്ളേർക്കൊന്നും കയറാൻ അതിന് മണം പിടിച്ച് ചുറ്റി നടക്കാനേ ഒക്കത്തുള്ളൂ. അതിന് കലവറയെല്ലാം സൂക്ഷിക്കുന്ന ഒരാളുണ്ട്. അവൻ്റെ പേര് വിരുന്നുവാഴി എന്നാ. പുള്ളി മുണ്ടെടുക്കുന്നത് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഫ്രണ്ട് വശം ഞാന്ന് കിടക്കുന്നത് പോലെ മുണ്ടെടുത്ത് നടുവി കുത്തി, മടക്കി കുത്തല്ല, അതിൻ്റെ പുറത്തൂടെ അരക്കൂടെ ഒരു തോർത്തൊക്കെ ചുറ്റി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ വിളമ്പുന്ന ആ പുള്ളിയാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. എന്നൊക്കെ എടുക്കണം, എന്നൊക്കെ കൊടുക്കണം എന്നെല്ലാം തീരുമാനിക്കുന്ന ആളിൻ്റെ പേര് വിരുന്നുവാഴിയാണ്. പുള്ളി ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. മിക്ക വീട്ടിലെ കല്യാണത്തിൻ്റെ വിരുന്ന് നിയന്ത്രിക്കുന്ന ഈ പുള്ളിയാണ്. അതുകൊണ്ട് പുള്ളിക്ക് ഇട്ടേക്കുന്ന പേരാണ് വിരുന്നുവാഴി. പ്രൈസലോ. നല്ലതേതാ മോശം ഏതാന്നെല്ലാം പുള്ളിക്കറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പം ആകെ കൺഫ്യൂഷനായി. വീഞ്ഞ് തീർന്നെന്ന് മാത്രമല്ല, ഇപ്പം വന്ന സാധനം ആദ്യ വിളമ്പണ്ടിയാണ്. അപ്പൊ ആദ്യ വിളമ്പണ്ടിയ സാധനം ഇപ്പം കൊണ്ടുവന്ന് പുള്ളിക്ക് ആകെ സങ്കടമായി. പുള്ളിയെ അപമാനിക്കുന്ന പോലെ, വിരുന്നുവാഴിയെ അപമാനിക്കുന്ന പോലെ പുള്ളിക്ക് തോന്നിയിട്ട് പുള്ളി പെട്ടെന്ന് സ്റ്റേജിൽ ഇരുന്ന മണവാളിനെ ഇവിടെ വിളിച്ചു വരുന്നത്. മണവാള, ഇതിതുവരെ എവിടെ വെച്ചിരിക്കുകയായിരുന്നു? എന്നെ അപമാനിക്കല്ലായിരുന്നോ? വിരുന്നുവാഴി ചോദ്യം കേട്ട് മണവാളം വാ പൊളിച്ചു. അവൻ പറഞ്ഞു എനിക്കറിയത്തില്ല. അവൻ ചോദിച്ചു അപ്പനോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പനെ വിളിച്ചു ചോദിച്ചു അപ്പ ഇതിവിടെ വെച്ചിരിക്കുകയായിരുന്നു. അവൻ വാ പൊളിച്ചു. അപ്പൻ അറിഞ്ഞില്ല. ഹലോ, സ്തോത്രം പറഞ്ഞില്ല. നല്ല ഹല്ലേലൂയ പറയണമെന്ന്. മണവാളൻ അറിഞ്ഞില്ല, മണവാളന്റെ അപ്പൻ അറിഞ്ഞില്ല, വീട്ടുകാരറിഞ്ഞില്ല. പക്ഷേ ആ കലവറയിലെ പ്രശ്നം പരിഹരിച്ചു. ഇന്ന് പകൽ നിന്റെ കുടുംബത്തിൽ ആരും അറിയാതെ വിശ്വസിക്കുന്നവരെ ആരാധിക്കാമോ? കുടുംബത്തിൽ ആരും അറിയാതെ ആ പ്രശ്നത്തെ വളരെ ലാഘവമായി പരിഹരിക്കാൻ കഴിവുള്ള ഒരുവനുണ്ട്. ഈ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഉൽപ്പത്തി പുസ്തകം തൊട്ട് വായിച്ചാൽ മുന്തിരി, വീഞ്ഞ് എന്നൊക്കെ പറയുന്നത് യഹൂദന് ദൈവം കൊടുത്ത ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. വീഞ്ഞ് തീർന്നു എന്ന് പറഞ്ഞാൽ ന്യായമായ ഒരു മലയാളത്തിൽ അനുഗ്രഹം തീർന്നു എന്ന് വേണേ പറയാം. ഇവന്റെ കലവറയ്ക്കകത്ത് നിറഞ്ഞിരുന്ന അനുഗ്രഹം കലവറക്കാരറിയാതെ, വിരുന്നുവാഴി അറിയാതെ കലവറയെ നിറങ്ങി, പന്തലിൽ കൂടെ ചാടി, ഈടിക്കുഴി കൂടെ പോയി, താഴത്തെ കിണറ്റിൽ ചെന്ന് വീണു. ആരും അറിഞ്ഞില്ല. സ്തോത്രം പറയണം. പല ഭവനത്തിൻ്റെ ഉള്ളിലിരിക്കേണ്ട പലതും നീ അറിയാതെ ഇറങ്ങിപ്പോയേക്കുക. ഇന്ന് പകൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞാൻ കഥ പറയാൻ വന്നതൊന്നുമല്ല. നീ അറിയാതെ, നിന്റെ കുടുംബം അറിയാതെ, നിന്റെ നഗ്ന നേത്രങ്ങൾ അറിയാതെ കൂടാരത്തിലിരിക്കേണ്ട പല നന്മകൾ കൂടാരം വിട്ടിറങ്ങിപ്പോയെങ്കിൽ ഇന്ന് പകൽ തിരിച്ചു വരുത്താൻ കഴിവുള്ള ഒരുത്തനുണ്ട്. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാരാധിക്കണം. അകന്നു പോയത്, ആഴങ്ങളിൽ മറഞ്ഞു പോയത് ഇന്ന് പകൽ മടക്കി തരാൻ കഴിവുള്ള, ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ചോ. ദൈവാത്മാവ് പ്രവചിച്ചു പറയുന്നു, വഴുതിപ്പോയത്, ഒഴുകിപ്പോയത്, ഇറങ്ങിപ്പോയത് ഈ പകൽ ദൈവം മടക്കി തരാൻ പോകുകയാ. ചില കൂടാരങ്ങളിൽ നീ ചെല്ലുമ്പോൾ നിന്റെ കണ്ണുകൾ അത്ഭുതം കൂറുമാറ് ചില വിടുതലുകളെ ദൈവം പകരുകയോ. നീ പോലും അതിശയപ്പെടുന്ന നിലയിൽ ഈ വിടുതൽ, ഈ മറുപടി, ഈ സൗഖ്യം, ഈ വഴി ഇതുവരെ എവിടെ വെച്ചിരിക്കുകയായിരുന്നു എന്ന് ചോദിക്കത്തക്ക നിലയിൽ ഒരു വിടുതൽ നിന്റെ കൂടാരത്തിൽ പകരാൻ ഇന്ന് പകൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. അടഞ്ഞു പോയെന്ന് ദൂതൻ വാദിക്കുന്ന മണ്ഡലങ്ങളിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ കരം ചലിക്കുകയോ.
ജീസസ്, ജീസസ്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. നമ്മുടെ ഭവനങ്ങളിലെ പല കാര്യങ്ങളും പുറത്ത് പാട്ടാക്കാൻ പലരും നോക്കുമ്പോൾ ആ വിഷയം നീ യേശുവിനോട് പറഞ്ഞാൽ ഉലകത്തിൽ വേറെ ആരും അറിയാതെ ആ പ്രശ്നത്തെ ദൈവം ഒരു നിമിഷം കൊണ്ട് പരിഹരിക്കും. ഈ ഉപവാസത്തിന്റെ പകൽ എൻ്റെ ഹൃദയത്തിന് വേദന ഉളവാക്കിയ, മുറിവേൽപ്പിച്ച ആ ഭാരമേറിയ വിഷയത്തിന്മേൽ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരും കാണാത്തൊരാഴത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ തലമുറയ്ക്ക് മാന്യത ഉളവാക്കുന്ന ഒരു വിടുതൽ കിണറിന്റെ ആഴത്തിൽ മറഞ്ഞു കിടപ്പുണ്ട് എന്ന് കാണാൻ PC ചെറിയാന്റെ കണ്ണിന് കഴിയത്തില്ല. പക്ഷേ അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ അറിയാം എവിടെയാണ് മറഞ്ഞതെന്ന്. എത്ര ആഴത്തി മറഞ്ഞാലും ഒറ്റ വാക്കിൽ അവൻ അത് ഉയർത്തിക്കൊണ്ടുവന്ന് നിന്റെ കലവറയുടെ ശൂന്യത മാറ്റാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് പറയുന്ന ചില കൂടാരങ്ങളുടെ ഉള്ളറകളിൽ ചില പഴക്കമുള്ള ശൂന്യതകളെ ദൈവം മാറ്റുകയോ. ഹല്ലേലൂയ. അടുത്ത അധ്യായം നിക്കോദീമോസ് എന്ന് പറയുന്ന അക്കാലത്തെ ഏറ്റവും സമൂഹത്തിലെ മാന്യനായ മനുഷ്യൻ, യഹൂദന്മാരുടെ ഇടയിലെ പരീശന്മാരുടെ കൂട്ടത്തിലെ ഒരു പ്രമാണി, ഒരു ന്യായശാസ്ത്രി, നിരവധി യോഗ്യതകളുള്ള, പ്രായം കൊണ്ടും പക്വത കൊണ്ടും സമൂഹം അംഗീകരിച്ചൊരു മനുഷ്യൻ ഒരു രാത്രിയിൽ ആരും അറിയാതെ തച്ചന്റെ കൊച്ചു കുടിലിനകത്ത് വരികയാണ്. തച്ചന്റെ കുടിൽ വന്നപ്പോൾ 30 വയസ്സ് പ്രായമുള്ള തച്ചന്റെ മകൻ അവിടെ ഇരിപ്പുണ്ട്. അവനെ കണ്ട മാത്രയിൽ ഈ വലിയ മനുഷ്യൻ പറയുകയാണ്, സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ള യഹൂദന്മാരുടെ പ്രമാണിയായ, പരീശന്മാരുടെ കൂട്ടത്തിലെ ന്യായശാസ്ത്രിയായ ആ മനുഷ്യൻ പറഞ്ഞു, നീ ദൈവത്തിന്റെ അടുക്കെന്ന് വന്നിരിക്കുക. യേശുവിനോട് പറയാം, നീ ദൈവത്തിന്റെ അടുക്കെന്ന് വന്നിരിക്കുക. അല്ലെങ്കിൽ ഈ കാനാവിലെ കല്യാണ വീട്ടിൽ നടത്തിയുള്ള സംഭവം ഒന്നും ചെയ്യാൻ ആരെ കൊണ്ടും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ വാനോളം പുകഴ്ത്തി. യേശുവിന്റെ പ്രത്യേകത സ്തോത്രം പറയണം. ഒരാളെ കാണുമ്പോൾ അവൻ ആരാണെന്നും ഇന്നലെ അവൻ ആരായിരുന്നെന്നും നാളെ അവൻ ആരാകുമെന്നും പറയാവുന്ന ആളാ. സ്തോത്രം പറയണം. അതുകൊണ്ടാണ് നഥനയേലിനെ കണ്ടപ്പോൾ യേശു പറഞ്ഞത്, സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ യാതൊരു കപടവുമില്ല. ഉടനെ നഥനയേൽ ചോദിച്ചു, കർത്താവേ എന്നെ എവിടെ വെച്ചറിയാം? നമ്മൾ തമ്മിൽ ആദ്യം കാണുകല്ലേ? യേശു പറഞ്ഞല്ലടാ, നീ അങ്ങ് അത്തിയുടെ ചോട്ടിയിരിക്കുമ്പോ, ഹല്ലേലൂയ പറയണം, നീ അങ്ങ് അത്തിയുടെ ചോട്ടിയിരിക്കുമ്പോ എനിക്ക് നിന്നെ അറിയാം. ഓ ഹല്ലേലൂയ. അപ്പോ ഈ കടലിന്റെ അടിയിൽ കിടക്കുന്ന മത്സ്യത്തിന്റെ ചിളക്കകത്ത് നിന്ന് പൈസ വരെ കാണുന്ന കണ്ണ. അപ്പൊ ഈ നിക്കോദീമോസ് കേറി വരുന്ന കണ്ടപ്പോളെ, രാത്രിയിൽ വീട്ടിലോട്ട് വരുന്ന കണ്ടപ്പോൾ യേശുവിന് മനസ്സിലായി, നിക്കോദീമോസ് ഇവനാണ് ക്രൂശ് എന്ന് എൻ്റെ ബോഡി പതുക്കെ ഇറക്കുന്നത്. ആണിയൊക്കെ ഊരി ക്രൂശ് എന്ന് ഇറക്കുമ്പോൾ ഇവൻ്റെ കൈ വിട്ട് എൻ്റെ ബോഡി താഴെ പോയിന്നിട്ട് അസ്ഥി ഒന്നും ഒടിയാതിരിക്കാൻ വളരെ സൂക്ഷിച്ച്, അസ്ഥി ഒടിഞ്ഞാൽ പ്രവചനം തെറ്റും. അപ്പം അസ്ഥി ഒന്നും ഒടിയാതെ ആ ബോഡി എൻ്റെ തോളത്ത് പിടിച്ച് നിക്കോദീമോസ് താഴെ നിലത്ത് കിടത്താനൊക്കത്തില്ല. അതുകൊണ്ട് അവൻ അടക്കത്തിൽ സമ്പന്നന്മാരുടെ കൂടെ ആയിരുന്നുകൊണ്ട് സമ്പന്നന്മാരെ കിടത്തുന്ന നിർമ്മലശീലയിൽ വേണം ബോഡി കിടത്താൻ. ഹല്ലേലൂയ. അപ്പൊ ഇവന്റെ പോക്കറ്റിലെ സാലറി കൊണ്ടാണ് എൻ്റെ ബോഡി കിടത്താനുള്ള നിർമ്മലശീല മേടിച്ച് വിരിക്കുന്നത്. അതിനകത്ത് 100 റാത്തൽ സുഗന്ധം, ഒരു റാത്തലല്ല, മറിയ കാലെ പൂശിയത് 1 റാത്തല. അതിന് യൂദ ഇട്ട വില 300 വെള്ളിക്കാശ. അങ്ങനെയാണ് 100 റാത്തലിന് എത്ര ആകുമെന്ന് വീട്ടിൽ പോയി കൂട്ടിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. 1 റാത്തലിന് 300 വെള്ളിക്കാശ് വില യൂദ മാർക്കറ്റ് ഇട്ടെങ്കിൽ
ഇത് 100 റാത്തൽ സുഗന്ധമാണ് ഈ നിർമ്മലശീലയെ വിരിക്കേണ്ടത്. അതിനകത്ത് വെച്ച് വേണം ബോഡി പൊതിയാൻ. മുഖം മറയ്ക്കാനുള്ള റൂമാൽ ഇവന്റെ കാശാണ്. എന്നിട്ട് എൻ്റെ തലഭാഗം ഇവൻ പിടിച്ച്, കാൽഭാഗം അരിമത്തിയിലെ മന്ത്രിയായ യോസഫ് പിടിച്ച്, അരിമത്തിയിലെ യോസഫിന്റെ കല്ലറത്തോട്ടത്തിലെ ആരെയും അടക്കിയിട്ടില്ലാത്ത പാറയിലെ കല്ലറയിൽ കൊണ്ട് വെക്കുന്നത് ഇവർ രണ്ടുമാണെന്ന് നീക്കോദിമോസിനെ കണ്ടപ്പോൾ യേശുവിന് മനസ്സിലായി. ഒരല്ലെ പറയണം. ആരംഭത്തിങ്കൽ അവസാനം അറിയുന്ന യേശു ഇന്ന് പരിപടിക നീ ആരാണെന്നും നീ എന്താകുമെന്നും അറിയുന്ന യേശു. അല്ലെ പറയണം. പാപി അടഞ്ഞെന്ന് പിശാച് വാദിക്കുന്ന ചിലർക്ക് ഇന്ന് പകൽക്കാലം നീ കണ്ടിട്ടില്ലാത്ത ഭാവിയുടെ വഴികൾ ഒരുക്കാൻ കഴിവുള്ളവനായ യേശു ഉണ്ടെന്ന് വിശ്വസിക്കുന്നവര് ഹല്ലേലൂയ. ഇവനോട് കണ്ടപ്പോൾ വാസ്തവത്തിൽ ഇത്രയും ഭാവി കാര്യങ്ങൾ അടുത്ത 3.5 വർഷം കഴിയുമ്പോൾ ഇവൻ ചെയ്യാൻ പോകുന്ന കാര്യമെല്ലാം ആത്മാവി കണ്ടിട്ട് മറിയെ വിളിച്ചു, മറിയെ നമ്മുടെ പ്രമാണിയായ നീക്കോദീമോസ് അപ്രതീക്ഷിതമായി ക്ഷണിച്ചല്ലെങ്കിലും വന്നിട്ടുണ്ട്. പെട്ടെന്ന് ചായ എടുത്താട്ട് എന്താ സാറെ കുടിക്കാൻ വേണ്ടി? സുലൈമാനിയാണോ, ലെമൺ ജ്യൂസാണോ, അതോ ചായയാണോ, ഷുഗർ ഇടണോ എന്നൊക്കെ ചോദിക്കേണ്ടതിന് പകരം യേശു ചെയ്തത് കേൾക്കണ്ടേ? യേശു പറഞ്ഞു, ആമീൻ ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണത്തില്ല. ഹല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തന്റെ അടക്കം വരെ നടത്തുന്നയാളിനെ കണ്ടിട്ട് കർത്താവ് ഇവനെ സോപ്പിട്ട് സുഖിപ്പിച്ചൊന്നുമില്ല. കർത്താവ് പറഞ്ഞു, നീ ഏത് പ്രമാണിയായാലും എനിക്കെന്തുവാ? നീ എൻ്റെ ബോഡി ചുമ്മിയത് കൊണ്ടോ, നീ തിരശീല വിരിച്ചത് കൊണ്ടോ, നിന്റെ പോക്കറ്റിലെ പൈസയ്ക്ക് 100 റാത്തൽ സുഗന്ധം വെച്ചത് കൊണ്ടോ, ഇനി ഞാൻ കിടന്ന ക്രൂശ് നീ കുറച്ച് ചുമ്മിക്കൊണ്ട് അടുത്ത മലയിൽ പോയത് കൊണ്ടോ സ്വർഗത്തിൽ പോത്തില്ല. സ്വർഗത്തിൽ പോണമെങ്കിൽ നീ ആരായാലും, ഹല്ലേലൂയ പറയണം. ഇന്ന് പകൽക്കാലം നീ ആരുമായിക്കൊള്ളട്ടെ, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ സന്തോഷമുള്ളവർ കരമടിച്ച് ഇന്ന് ദൈവത്തെ സ്തുതിച്ച് വിശുദ്ധിയോടെ ജീവിക്കാൻ കൊതിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ. ഹല്ലേലൂയ. നമ്മൾ ഈ പൊരുളൊക്കെ തിരിച്ചു കൊടുക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും മനസ്സിലാകാത്ത ഭാവം കാണിക്കും. കാരണം അക്കാലത്തെ ഏറ്റവും ബുദ്ധിശാലിയായ മനുഷ്യൻ നീക്കോദീമോസ്. എന്നിട്ട് പുള്ളി മനസ്സിലാകാത്ത പോലെ പിള്ളേർ പറഞ്ഞ ഒരു കാര്യം ചോദിച്ചു, കർത്താവേ, ഞാൻ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ഇനി ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ പോയി പിന്നെയും ജനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ നടക്കും? പുള്ളിക്ക് കാര്യം മനസ്സിലായിട്ട് ഉരുളുക. രക്ഷിക്കപ്പെടണമെന്നും സ്നാനപ്പെടണമെന്നും യേശു പറഞ്ഞത് മനസ്സിലായി. പക്ഷെ മനസ്സിലാകാത്ത പോലെ കിടന്ന് പുള്ളി ഉരുളുക. ഉടനെ യേശു പറഞ്ഞു, എടാ മോനെ നീക്കോദീമോസേ, എടാ ജഡത്തിൽ ജനിച്ചതെല്ലാം ജഡമാ. എല്ലാരും പറഞ്ഞേ, ജഡത്തിൽ ജനിച്ചതെല്ലാം ജഡമാ, ആത്മാവി ജനിച്ചത് ആത്മാവാ. എടാ കാറ്റ് ഇഷ്ടമുള്ളടെ തൂതുന്നു, അതെവിടുന്ന് വരുന്നെന്നോ എവിടേക്ക് പോന്നെന്നോ അറിയത്തില്ല. ഇന്ന് വന്നേക്കുന്ന കാറ്റ് റാന്നിന്ന് വന്നേക്കുക. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ സഹോദരൻ വണ്ടി ഓടിക്കുന്ന സാമച്ചാനും ഒരുമിച്ച് നമ്മുടെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചെന്നു. ഒരു കൺവെൻഷൻ കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ ഒരു രോഗിയെ കാണാൻ വേണ്ടി ചെന്നതാണ്. അപ്പോൾ കോലഞ്ചേരി മെഡിക്കൽ കോളേജിനകത്ത് കയറി പെർമിഷനൊക്കെ എടുത്ത് അദ്ദേഹം കിടക്കുന്ന പ്രത്യേക പ്രൈവറ്റ് ഐസിയുവിനകത്ത് കിടക്കുക. അപ്പോൾ ഞാൻ അവിടെ അകത്ത് കയറി ചെന്ന്, അപ്പോൾ പുള്ളി ഇങ്ങനെ 2 കൈയും കൂപ്പി കുറച്ച് നേരം എഴുന്നേറ്റ് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടങ്ങിരുന്നു. ഞാൻ പറഞ്ഞു, സാറേ അല്ല ഞാനൊന്ന് കണ്ടോട്ടെ, ഞാൻ ലൈവിലൊക്കെ കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ മുഖാമുഖം ഒന്ന് കാണാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നല്ലോ, ദൈവദാസൻ പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ സൗഖ്യമാകും. കയറി വന്നപ്പോഴേ ഒരു തണുത്ത കാറ്റ് എൻ്റെ ദേഹത്ത് അടിച്ചെന്ന് പറഞ്ഞു. എന്നേരമാ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, എവിടുന്ന് വരുന്നെന്നോ എവിടേക്ക് പോയെന്നോ അറിയത്തില്ല. ഒരല്ലേലൂയ പറയണം. ഇവിടെ 1000 പേരിരുന്നാലും ചിലരുടെ മേലെ കാറ്റടിക്കും.
കാറ്റടിച്ചാൽ വിടുതല. വിശ്വസിച്ച ദൈവത്തെ ഈ പകൽ ആരാധിക്കണം. ദൈവത്തിന്റെ കാറ്റടിച്ചാൽ ഓ ഹല്ലേലൂയ. ഞങ്ങളുടെ സഭയിലെ ഒരു 21 നടക്കുക. അപ്പോൾ 21 നടക്കുമ്പോൾ ഒരപ്പനും അമ്മയ്ക്കും ഒരു മോനുണ്ട്. അവന് ബോൺ ക്യാൻസർ വന്നിട്ട് മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ ചർച്ചിനകത്ത് കൊണ്ട് ഇതുപോലെ കിടത്തിയേക്കുക. അപ്പോൾ ഒരു ഞായറാഴ്ച ഉപവാസത്തിൻ്റെ 7ാമത്തെ ദിവസമാണ്. ഞായറാഴ്ച ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കീർത്തനം വായനയ്ക്ക് എഴുന്നേറ്റ് സങ്കീർത്തനം വായിച്ചു. ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ആ ഒറ്റ വാക്യം വായിച്ചിട്ട് അതൊന്നുകൂടെ പറഞ്ഞു. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ സഹിതം അങ്ങോട്ട് ആരാധന തുടങ്ങി. പ്രസംഗിച്ചിട്ടില്ല, വാക്യം വായിച്ചതേ ഉള്ളൂ. ആരാധന ആത്മാവിൻ്റെ തീ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ചുരുണ്ടുകൂടി കിടക്കുന്ന ബോൺ ക്യാൻസർ വന്ന ചെറുക്കനെ ആത്മാവ് ഹീമോ ചെയ്തു. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ആ സഭയ്ക്കകത്തടിച്ച കാറ്റ് ആ കൃത്യം അവന്റെ മേലടിച്ചു. അവൻ ഇന്ന് ശാസ്താംകോട്ട എന്ന സ്ഥലത്ത് ചർച്ചോക്കോടിന്റെ പാസ്റ്റ. ഇന്ന് ഈ കാറ്റ് നിന്റെ മേലടിച്ചാൽ അഴിയാത്ത പോരുകളില്ല. വിശ്വസിക്കുന്നവര് ഹല്ലേലൂയ, ഹല്ലേലൂയ. നിക്കോദീമോസിനോട് പറഞ്ഞു, നീ പുതുതായി ജനിക്കണം. നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. വെള്ളത്താലും ആത്മാവിനാലും പുതുതായി ജനിച്ചവരെല്ലാം ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഇല്ലാത്ത ആരെങ്കിലും കൈ പൊക്കാൻ കഴിയാതിരിക്കുന്നെങ്കിൽ ഈ യോഗം ആശീർവാദം പറയുന്നതിന് മുമ്പേ നീ ഉള്ളത്തിൽ തീരുമാനിക്കണം, ഞാനൊരു പുതിയ സൃഷ്ടിയായി മാറും, ഞാൻ രക്ഷിക്കപ്പെടും, ഞാൻ സ്നാനപ്പെടും. ഓ, അഭിഷക്തന്റെ കൈക്കീഴിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് ഞാൻ യേശുവിനോട് ചേരും. വിശ്വസിക്കുന്നവർ മാത്രം ഈ പകൽ ചേർന്ന് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ച് സ്നാനത്തിന്റെ മേഖലകൾ ദൈവം ഇന്ന് പകൽ തുറക്കുകയോ. എന്നിട്ട് കർത്താവ് തന്റെ വചനത്തിൽ പറയുകയാണ്, തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിപ്പാൻ തക്കവണ്ണം. ഹല്ലേലൂയ പറഞ്ഞേ. നിക്കോദീമോസിന് തൃപ്തിയായി. ആ മനുഷ്യന് എല്ലാരും ഓടിപ്പോയപ്പോൾ ഓടിപ്പോകാതെ അവസാന നിമിഷം വരെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം അടുത്തു നിന്നിട്ട് പലരും അകന്നു പോയപ്പോൾ അകന്നു നിന്ന് തോന്നിയ നിക്കോദീമോസ് അവസാന നിമിഷം വരെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ മറ്റുള്ള 3 സുവിശേഷകന്മാരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യം യോഹന്നാൻ എഴുതിയിരിക്കുകയാണ്. യോഹന്നാൻ എഴുതി, യേശുവിനെ ദാഹിച്ചു. ദീർഘമായ മൈലുകൾ നടന്ന് യേശു ശമരിയിലെത്തി. അക്കാലത്ത് യഹൂദൻ ശമരിയിൽ കൂടെ പോകാറില്ല. ഗലീലയിൽ നിന്ന് യഹൂദയെ വരണമെങ്കിൽ, യഹൂദയിൽ നിന്ന് ഗലീലയെ വരണമെങ്കിൽ ഗലീലയിലും യഹൂദയിലും ഉള്ളവരും മാത്രം ഒറിജിനൽ യഹൂദന്മാരായതുകൊണ്ട്, ശമരിയിൽ പാർക്കുന്നവർ സമ്മിശ്ര ജാതി ആയതുകൊണ്ട്, സമ്മിശ്ര ജാതിയായ ഈ ശമരിയിൽ യഹൂദൻ വരത്തില്ല. യഹൂദയിൽ നിറങ്ങി ഗലീല കടലിൽ കൂടെ ബോട്ട് മാർക്കുമോ വള്ളം വഴിയോ ഗലീലയെ വരും. ഗലീലയിൽ നിറങ്ങുന്നവൻ ബോട്ട് വഴി തിരിച്ച് യഹൂദയെ പോവും, ശമരിയെ പോകത്തില്ല. ഒരല്ലേ പറഞ്ഞേ. എന്നാൽ യേശു ശമരിയിലൂടെ കടന്നുപോയി. ഈ പകൽ ആര് കടക്കാത്ത വഴികളിൽ നല്ല സ്വോത്രം ഈ പകൽ പറയണം. ആരും വരാത്ത ചില കൂടാരങ്ങളിൽ യേശു വരികയാ. വിശ്വസിക്കുന്നവര്
ശമരിയിൽ വന്ന് ദാഹിച്ചു. യാക്കോബ് കുഴിച്ച സൂഖാറിലുള്ള കിണറിൽ അതിന്റെ കരയ്ക്ക് യേശു ഇരിക്കുക. യേശു ഇരിക്കുമ്പോൾ നട്ടുച്ച നേരത്ത് ഒരു ശമരിയാക്കാരി വെള്ളം കോരാൻ വരിക. യേശു പറഞ്ഞു, സ്ത്രീയെ, എനിക്കൊരല്പം കുടിക്കാൻ തരൂ. സ്ത്രീയുടെ മറുപടി, നീ ഒരു യഹൂദനായിരിക്കെ ശമരിയക്കാരിയായി എന്നോട് വെള്ളം ചോദിക്കുന്നു. അപ്പോൾ യേശുവിനെ കണ്ടപ്പോൾ അവൾക്ക് എന്തു തോന്നി? യഹൂദനാന്ന് ഒരല്ലുരിയെ പറയണം. വിശ്വാസിയെ കണ്ട വിശ്വാസിയാന്ന് തോന്നണം. ഉപദേശിയെ കണ്ടാൽ ഉപദേശിയാന്ന് തോന്നണം. നിങ്ങൾ അല്ലുരിയെ പറഞ്ഞില്ല. യഥാർത്ഥ ദൈവ പൈതലിനെ കണ്ടാൽ ദൈവ പൈതലാന്ന് തോന്നണം. ഒരല്ലുരിയെ പറയണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുവിനെ കണ്ടപ്പോൾ ശമരിയക്കാർക്ക് എന്നെ മനസ്സിലായി, യേശുവിനെ മറുപടി, നീ ദൈവത്തിന്റെ ദാനം. സ്വത്രം പറഞ്ഞേ. അടുത്തിരിക്കുന്നതാണ് കൈ കൊടുത്ത് പറ, നീ ദൈവത്തിന് ദാനമാന്ന് പറ. പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തിന്റെ ദാനം. നിന്നോട് സംസാരിക്കുന്ന ഞാൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, ഇന്ന് പകൽ ദൈവത്തിലെ മറ്റൊന്നും അറിഞ്ഞില്ലേലും തിയോളജി അറിഞ്ഞില്ലേ കുഴപ്പമില്ല. സ്തോത്രം പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂമിയും സൂര്യൻ നമ്മൾ അകലം അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. കടലിന്റെ ഏറ്റവും ആഴം എവിടെയാണെന്നും എത്ര കിലോമീറ്റർ നീ അറിഞ്ഞില്ലേ കുഴപ്പമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. യേശു ആരെന്നറിയണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ യേശു ആരെന്നറിയണം. ഓ ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് യേശുവിനെ അറിയേണ്ടിയ പോലെ ഒന്ന് അറിയാൻ. അപ്പോൾ യേശു പറഞ്ഞു, നീ ദൈവത്തിന്റെ ദാനം. നിന്നോട് സംസാരിക്കുന്ന ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് വെള്ളം ചോദിക്കും, ഞാൻ നിനക്കൊരിക്കലും ദാഹിക്കാത്ത വെള്ളം തരും. ഓ ഹല്ലേലൂയ. ജീവജലത്തിന്റെ ഉറവയായ ക്രിസ്തു ഇന്ന് പകൽ ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്. നിന്റെ ദാഹങ്ങളെ ശമിപ്പിക്കാൻ കഴിവുള്ള ഹല്ലേലൂയ. നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം തരികയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, യജമാനനെ, ഞാൻ ഇവിടത്തോളം വന്ന് ഈ വെള്ളം കോരാതിരിക്കാൻ ആ വെള്ളം എനിക്ക് തരണം. യഹൂദൻ ഒരു നിമിഷം കൊണ്ട് ആരായി? യജമാനനായി. അപ്പൊ യേശു പറഞ്ഞു, വെള്ളം തരാം, അതിന് കുഴപ്പമൊന്നുമില്ല, നീ നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് വരാം. അപ്പൊ അവള് പറഞ്ഞു, എനിക്ക് ഭർത്താക്കന്മാരില്ല, ഞാൻ ഏകയാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഞാൻ ഈ പ്രാവശ്യത്തെ മാട്രിമോണി പരസ്യം കൊടുത്തിട്ടുണ്ട്. എൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം മാറിപ്പോയത് കൊണ്ട് അനുയോജ്യരായ വരന്മാരിൽ നിന്നും വിവാഹ ആലോചനകൾ ക്ഷണിക്കുന്നു. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. എല്ലാവരും എഴുതുന്നത് തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം മാറിപ്പോയെന്നാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഞങ്ങളുടെ കാരണം കൊണ്ടാണോ നീ വിവാഹം മാറിയേ? ഹലോ, പ്രൈസ് ദി ലോർഡ്. ഇത് എന്നോടോ ജോജോ പാസ്റ്ററോടോ ദാനിയേൽ സാറിനോടൊക്കെ പറഞ്ഞാൽ ചിലവാകും. യേശുവിനൊക്കെ ചിലവാകത്തില്ല. യേശു നീ വന്നപ്പോഴേ ആരാന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുക. യേശു പറഞ്ഞു, സ്ത്രീയെ, നീ പറഞ്ഞത് ശരിയാ. ഇപ്പോൾ ഉള്ളത് ഭർത്താവൊന്നുമല്ല, ഇപ്പൊ ചുമ്മാ ഒരു സ്റ്റെപ്പിനിയെ വെച്ചേക്കുക. പക്ഷെ നിനക്ക് ഒറിജിനലായിട്ട് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ ഉള്ളത് ഭർത്താവല്ല. ഇവിടെ ഞെട്ടിത്തരിച്ചുപോയി. ഇവിടെ മുഖത്ത് നോക്കി ഇത്ര കൃത്യമായി പ്രവചിച്ച വേറെ ആരുമില്ല. ഉടനെ അവള് പറഞ്ഞു, നീ ഒരു പ്രവാചകനാ. അല്ലല്ലേ പറഞ്ഞേ? യഹൂദനാന്ന് പറഞ്ഞ് കയറി യജമാൻ എന്ന് പറഞ്ഞ് തുടർന്നു. അവിടെ ജീവിതത്തെ വിവേചിച്ചപ്പോൾ അവൾ പറഞ്ഞു, നീ ഒരു പ്രവാചകനാ. ഒരല്ലേലിയ പറയണം. പ്രൈസ് ദി ലോർഡ്.
ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്നവൻ നിന്നെ അടിമുടി വിവേചിപ്പാൻ കഴിവുള്ള സാക്ഷാൽ പ്രവാചകന ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിച്ച് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നിന്റെ കരുതലിന്റെ കരങ്ങൾ തീരുമ്പോൾ നിന്നെ നന്നായി വിവേചിക്കുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. ഹല്ലേലൂയ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രവാചകനാണെന്ന് മനസ്സിലായപ്പോ സംഭാഷണ ശൈലി മാറി. അവള് പറഞ്ഞു, നിങ്ങൾ ആ മലയിൽ പോയി ആരാധിക്കുന്നു, ഞങ്ങൾ ഈ മലയിൽ ആരാധിക്കുന്നു. നിങ്ങൾ അവിടുന്ന് വെള്ളം കുടിക്കുന്നു, ഞങ്ങൾ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കുന്നു. ഇത് യാക്കോബ് കുഴിച്ച കിണറാ, ഞങ്ങളും പാരമ്പര്യമുള്ളവരാ. ഞങ്ങൾ ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കുരുത്ത തകരയൊന്നും അല്ല. പ്രൈസലോ. ഞങ്ങൾ കുറവലങ്ങാടുകാരാ, നിങ്ങൾ നിർണ്ണംകാരാ. ഹലോ, ഒന്നും മിണ്ടുന്നില്ല. ഭയങ്കര പാരമ്പര്യമൊക്കെ യേശുവോട് പറഞ്ഞു, ആരാധനയെക്കുറിച്ച് പറഞ്ഞു. യേശു പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരി, ഇനിയും ശ്രദ്ധിക്കണം, ആരാധന ആ മലയിലുമല്ല ഈ മലയിലുമല്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്ക് സത്യനമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഇന്ന് പേർ സത്യനമസ്കാരികൾ. ഹല്ലേലൂയ. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിക്കണം. സത്യനമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് പിതാവിച്ഛിക്കുന്നു. ആരാധിക്കണം എന്നുള്ള പാട്ടുകാർ ഇച്ഛിക്കുന്നല്ല, പാർശ്വിച്ചിക്കുന്നല്ല. ആരാധിക്കണമെന്ന് പിതാവിച്ഛിക്കുന്നു. സ്വത്രം പറഞ്ഞില്ല. ആരാധിക്കണമെന്ന് പിതാവിച്ഛിക്കുന്നു. നീ ദൈവത്തെ ആരാധിക്കണമെന്ന്, ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് സ്വർഗീയ പിതാവിന്റെ ആഗ്രഹമാ. ഇന്ന് സന്തോഷമുള്ളവരെ കരമൊന്ന് ചേർത്തടിച്ച് ഒരല്പനിമിഷം ദൈവത്തെ ആരാധിച്ച്. ആരാധനയിൽ അഴിയാത്ത പോരുകളില്ല. ഹല്ലേലൂയ. അതരങ്ങൾ തുറന്ന്, ഹൃദയം തുറന്ന്, കരങ്ങൾ അടിച്ച് അന്യഭാഷയിൽ അഭിഷേകത്തിന്റെ നിറവിൽ ഹല്ലേലൂയ. നോക്കിയേ, ദൈവത്തെ ആരാധിക്കുന്നവൻ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്ന് ആരിച്ഛിക്കുന്നു? സ്വർഗീയ പിതാവ്. അല്ലാതെ കൊയറിന്റെ ആഗ്രഹമല്ല, ഉപദേശിയുടെ ആഗ്രഹമല്ല. ആരാധിക്കണമുള്ള പിതാവിന്റെ ആഗ്രഹമാണ്. ഒരു സ്തോത്രം പറയണം. ആരാധനയുടെ മഹത്വം വെളിപ്പെടുത്തുകയും അവിടെ ദാഹം പോയി. അവൾ പാത്രം താത്തു വെച്ചു. ഒരൊറ്റ ഓട്ടമാണ്. അവൾ പറഞ്ഞു, ഞാന് മശികയെ കണ്ടെത്തി. ആരെ കണ്ടെത്തി? സ്തോത്രം പറയണം. ആരെ കണ്ടെത്തി? വെള്ളം കോരാൻ വന്നവളെ യഹൂദനെ കണ്ടു. യഹൂദനെ കൂടെ യജമാനെ കണ്ടു. യജമാനെ കൂടെ പ്രവാചകനെ കണ്ടു. സംഭാഷണം അവസാനിക്കും മശികയെ കണ്ടു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ നീ ആരാധന വിട്ടിറങ്ങും മുമ്പേ മശികയെ കണ്ടിട്ടല്ലാതെ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇവൾ നേരെ പട്ടണത്തിൽ ചെന്ന് പട്ടണക്കാരോട് പറഞ്ഞു, ഞാൻ മശികയെ കണ്ടെത്തിയിരിക്കുന്നു. ശമരിയാക്കാർ വർഷങ്ങളായിട്ട് കാത്തിരിക്കുക മശികയെ കാണാൻ. അവര് ചോദിച്ചു, എവിടെ? വന്ന് കാണാൻ പറഞ്ഞു. ജനവും പട്ടണവും ഒരുമിച്ച് കുളക്കരയിൽ വന്നു. ഇന്ന് ദൈവത്തിന്റെ പൈലേ, മശികയെ കണ്ടെത്തിയാൽ പിന്നെ നീ അടങ്ങിയിരിക്കരുത്. നീ മശികയെ കണ്ടാൽ നിന്റെ വാക്കിന്റെ പുറത്ത് ആത്മാക്കൾ നിന്റെ കൂടെ ആരാധനയ്ക്ക് വരാൻ തയ്യാറാ.
ഈ നമ്മുടെ പ്രതിയോഗിയായ പിശാചിന് നമ്മൾ എന്തോ ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നത് മാത്രം അവൻ അത്ര അങ്ങോട്ട് സന്തോഷമല്ല. എൻ്റെ കൂടെ ഒന്ന് വരണേ. പ്രൈസ് ദി ലോർഡ്. കാരണം സത്യത്തിൽ നമ്മളൊക്കെ കേൾവിയുടെ അടിസ്ഥാനത്തിൽ ആരാധിക്കുക. കണ്ടിട്ടില്ല, കാഴ്ചയാലല്ല, വിശ്വാസത്താൽ ആരാധിക്കുക. ഒരല്ലേ പറഞ്ഞേ, കണ്ടാരാധിച്ച ഒരാളിവനാ. ഒറിജിനലായിട്ട് ദൈവത്തെ കണ്ട് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് കാല് ഭൂമിയിൽ വെച്ച് സ്വർഗാദി സ്വർഗങ്ങളിൽ അധിവസിക്കുന്ന മഹാദൈവത്തെ കണ്ടാരാധിച്ചവൻ. പ്രൈസ് ദി ലോർഡ്. അവൻ ആരാധിച്ചത് പോളിയോ വന്ന കൈ കൊണ്ടല്ല, അവൻ ആരാധിച്ചത് സ്ട്രോക്ക് വന്ന കൈ കൊണ്ടല്ല, അവൻ ആരാധിച്ചത് സ്കൂട്ടറിൽ നിന്ന് വീണ് കൈയൊടിഞ്ഞ കൈ കൊണ്ടല്ല, അവൻ ആരാധിച്ചത് 6 ചിറക് കൊണ്ടാണ്. സ്തോത്രം പറയണം, നല്ല ഹല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്. ഈ ഇരിക്കുന്ന ദൈവത്തെ മുഖത്ത് നോക്കാൻ ഇവനൊക്കത്തില്ലാത്ത കൊണ്ട് 2 ചിറക് കൊണ്ട് അവൻ മുഖം മറച്ചു, 2 ചിറക് കൊണ്ട് കാല് മറച്ചു, ബാക്കി 2 കൊണ്ട് പറന്നിട്ട് ശ്രദ്ധിച്ചേ, ദൈവത്തെ നോക്കിയെന്നല്ല, 2 കൊണ്ട് പറന്നു. ഒരു ദൂതനോട് അങ്ങനെ എഴുതിയേക്കുന്നത്, ഒരുവൻ ദൈവത്തിന്റെ മുഖത്ത് നോക്കാൻ ഒക്കത്തില്ല. 2 കൊണ്ട് കാല് മറച്ചു, 2 കൊണ്ട് മുഖം മറച്ചു, 2 കൊണ്ട് പറന്നിട്ട് ഒരു ദൂതൻ മറ്റൊരു ദൂതന് പറയുന്നു, യഹോവ പരിശുദ്ധൻ, യഹോവ പരിശുദ്ധൻ, യഹോവ പരിശുദ്ധൻ. ഉടനെ മറ്റേ ദൂതൻ ഇങ്ങോട്ട് പറയുന്നു, യഹോവ പരിശുദ്ധൻ, യഹോവ പരിശുദ്ധൻ, യഹോവ പരിശുദ്ധൻ. അങ്ങനെ സ്വർഗത്തിൽ മുഴുവൻ ഒറ്റ ആരാധന, യഹോവ പരിശുദ്ധൻ, യഹോവ പരിശുദ്ധൻ. ചേർന്നാരാധന ചെയ്യുന്ന പകൽ യഹോവ പരിശുദ്ധൻ. ഹോ സുഡരമനകൾ കനാദരവക്ഷ സന്ദരേ ദിബലബൗഡ ഉടൽക്കമനപരബ ഷൈഡരാദര റിഖല ബാബാ ബാബാ. അപ്പോ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും ഈ ദൂതന്മാരുടെ ആരാധന ഇങ്ങനെ ശ്രുതി ലയ താളങ്ങളോടെ അലയൊലി കൊള്ളുമ്പോൾ ഇവന്റെ ഉള്ളിൽ നിഗളം കയറി. അവൻ ദൈവത്തോട് സമനാകാൻ നോക്കി. ദൈവത്തിന്റെ സിംഹാസനം മേളിൽ അവന്റെ സിംഹാസനം വെക്കാൻ നോക്കി. ഉത്തരഗിരിയായ സിയോൻ ഇരുന്ന് അരുളാൻ നോക്കി. ഇതെല്ലാം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൻ ആരാധിക്കുക. തമ്പുരാൻ ഒറ്റ വെട്ട്. എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. തമ്പുരാൻ ഒറ്റ വെട്ടിന് ഇവന്റെ 6 ചിറക് മുറിഞ്ഞു. ഇവൻ സ്വർഗത്തിൽ നിന്ന് താഴോട്ട് വീണത് ഈ ഭൂമിയിലേക്കാണ്. അന്ന് ഭൂമി വളരെ മനോഹരമായിരുന്നു. മനുഷ്യന് പാർപ്പാൻ വേണ്ടി ദൈവം ഉണ്ടാക്കിയ ഭൂമിയായിരുന്നു. ഇവന്റെ മേളിൽ നിന്നുള്ള ചിറക് നഷ്ടപ്പെട്ട വീഴ്ചയിൽ ഈ ഭൂമി താണുപോയി. ഭൂമി പാഴായിപ്പോയി, ഭൂമി ശൂന്യമായിപ്പോയി. മീതെ വെള്ളം മൂടി, അതിന്റെ മേൽ ഇരുട്ട് വന്നു. ഒരു സ്തോത്രം പറയണം. ഇവന്റെ വീഴ്ച മൂലം മനോഹരമായതെല്ലാം പാഴായിപ്പോയി. ഇന്ന് പകൽ ദൂത് പറയാൻ പോവാ. സന്തോഷമായിരുന്ന നിന്റെ കുടുംബത്തിൽ നീ അറിയാതെ പാഴുകൾ വെളിപ്പെട്ടെങ്കിൽ, ശൂന്യതകൾ വെളിപ്പെട്ടെങ്കിൽ, നിന്റെ ഭവന സമൂഹത്തിൽ അല്പം താണെങ്കിൽ, ഇരുട്ട് മൂടിയെങ്കിൽ അവൻ കയറിയിട്ടുണ്ട്. പ്രാർത്ഥിച്ചോണ്ടിരിക്കണം. നിന്റെ ഭവനത്തിൽ അവൻ കയറിയിട്ടുണ്ട്. ഈ പകലത്തെ ഉപവാസത്തിൽ ആ പോരിനെ വെട്ടാൻ പോകുകയാ. നിന്റെ കൂടാരത്തിൽ പാഴുകൾ വരുത്തിയ, ശൂന്യതകൾ വരുത്തിയ, ഇല്ലായ്മകൾ വരുത്തിയ ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ഇന്ന് പകൽ ആത്മാവാഴത്തിൽ മുറിക്കുകയോ. ഓ അർഥുരമാന
ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ഇനി പറഞ്ഞ ശ്രദ്ധിക്കണം. സാധ്യതയുള്ളത് എത്ര പാഴായാലും, എത്ര ശൂന്യമായാലും, എത്ര ആഴത്തിൽ താണുപോയാലും, മീതെ ഇരുട്ട് മൂടിയാലും, ആത്മാവ് പരിവർത്തിച്ചാൽ, മീതെ ആത്മാവ് പരിവർത്തിച്ചാൽ ഉയർന്നു വരാത്തതൊന്നുമില്ല. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കണം. ഈ പകലത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പാഴായ ചിലതിനെ ദൈവം ഉയർത്തുകയോ. ഹല്ലേലൂയ. ഉയർന്നു വരട്ടെ, ഉയർന്നു വരട്ടെ, ഉയർന്നു വരട്ടെ. താണുപോയ ചിലത്, പാഴായി പോയ ചിലത്, ശൂന്യമായ ചിലത്, ഇരുട്ട് പരന്ന ചിലത് ഈ പകൽ ആത്മാവ് വ്യാപരിച്ച്, പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് അത് ഉയർന്നു വരട്ടെ.